بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, പരമകാരുണികനായ അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മരണാനന്തര ജീവിതത്തിൽ രക്ഷയുടെ താവളമായ സ്വർഗത്തിലെത്താൻ വേണ്ടി ശിക്ഷയുടെ താവളമായ നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി തമാശകൾക്കപ്പുറത്ത് ഗൗരവകരമായി ജീവിതത്തെ കാണണം എന്ന് തുടക്കത്തിലെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ആവശ്യപ്പെട്ട പ്രകാരം ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത അഭിവാജ്യമായി നമ്മൾ പരിഗണിക്കുന്ന നമ്മുടെ മക്കൾ, ആ മക്കളെ എങ്ങനെ വളർത്തണം,
ഈ വിഷയമാണ് അല്പം സമയത്തിനുള്ളിൽ ഗൗരവമായി ചർച്ചയ്ക്ക് വരേണ്ടത്. അപ്പം നമുക്ക് മുഖവരയില്ലാതെ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ഓരോരുത്തരും, സഹോദരിമാർ ഓരോരുത്തരും, ചെറിയ മക്കളുണ്ട്, അവർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, അവർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പരമാവധി അവരെ, നമ്മുടെ ശ്രദ്ധ തെറ്റാതെ അവരെ, നിങ്ങൾ പുറത്ത് ആണുങ്ങളുണ്ട്, നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഭർത്താക്കന്മാരുണ്ടാവും, ചിലപ്പോൾ നന്നേ ചെറിയ കുട്ടികളെ, അവർക്ക് ഇതും മനസ്സിലാവില്ല, നിങ്ങൾക്ക് ഇത് ഏകാഗ്രമായി കേൾക്കണം എന്നതും അവർക്കറിയില്ല. അങ്ങനത്തെ കുട്ടികളെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യും. വളരെ ഓപ്പണായി ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക. വക്രതയില്ലാതെ, വളവില്ലാതെ, ദുരുദ്ദേശങ്ങളില്ലാതെ ഈ വിഷയത്തിൽ നിങ്ങളുമായി സംസാരിക്കാനാണ് ഈ സന്ദർഭത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു മനുഷ്യ സമൂഹത്തിന് ഏറ്റവും അനുഗ്രഹമായി നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആനും, ആ ഖുർആനിന്റെ ഒരു പ്രത്യേകത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ചരിത്രം മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ ചരിത്രം. ആദം അലൈഹിസ്സലാം മുതൽ പ്രവാചക ശിരോമണികളുടെ ജീവിതവും ചരിത്രവും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. വിശുദ്ധ ഖുർആനിനെ നേർക്കുനേരെ സമീപിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആ ഖുർആനിനെ വിശദീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഇന്ന അലൈന ബയാന സൂറത്ത് ഖിയാമയിലെ 19-ാമത്തെ വചനമാണ്, 75-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനമാണ്. ആയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. നമുക്ക് ഏറ്റവും വലിയ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പലപ്പോഴും നമ്മളൊന്നും അൽഹംദുലില്ലാഹ് തൗഹീദുള്ളവരാണ്, സുന്നത്തിനോട് കൂറ് പുലർത്തുന്നവരാണ്, നന്മ നിലനിൽക്കുന്ന ഒരു ലോകത്തെ കുറിച്ച് പ്രതീക്ഷിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും വേണ്ട ഗൗരവം നൽകാത്തതിന്റെ പേരിൽ പല വേദനകളും അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ. മാനസികമായ പല വേദനകളും അനുഭവിച്ചിട്ടുള്ളവരാണ്. മക്കള് നന്നാവണം, കേടുവരണമെന്നൊന്നും ആരും ആലോചിക്കാറില്ല, ആഗ്രഹിക്കാറുമില്ല. മക്കള് കേടുവരാൻ വേണ്ടി ആരും ഒന്നും ചെയ്യാറുമില്ല. അതൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. പക്ഷേ മക്കൾക്ക് സാധാരണ നമ്മൾ പറയാറുള്ള ഒരു പോയിന്റാണ് മണ്ണറിഞ്ഞ് വിത്തിറക്കണം എന്നൊരു ചൊല്ല് കേരളീയ സമൂഹത്തിൽ വ്യാപകമായി നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. മണ്ണറിഞ്ഞ് വിത്തിറക്കുക. മണ്ണിന്റെ സ്വഭാവവും ഗുണവും അറിഞ്ഞിട്ട് വിത്തിറക്കിയാൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മളൊരു ചെടി വെച്ച് വളർത്തുമ്പോൾ, അത് ഏത് വിലപിടിപ്പുള്ള ചെടിയാണെങ്കിലും അതിനെ കൃത്യമായി തടം വെട്ടി ആ ചെടിയെ മറ്റുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതിനെ സംരക്ഷിച്ച് ആവശ്യമുള്ള വെള്ളവും വളവും നൽകി അതിന്റെ ചുറ്റുവട്ടത്ത് വളരുന്ന കള പറിച്ചു കൊടുത്ത് അതിനെ മറ്റുള്ളതിൽ നിന്നൊക്കെ വേർപെടുത്തി നല്ല നിലയിൽ അതിനെ നോക്കിയാൽ അതൊരു നല്ല ചെടിയായി വളരും. അതിൽ നിന്ന് എന്തൊരു റിസൾട്ടാണോ ഉണ്ടാകേണ്ടത് ആ റിസൾട്ട് സ്വാഭാവികമായിട്ടുണ്ടാവും. അതങ്ങനെയാണ്, ഏതൊരു വസ്തുവിനെയും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ വീട് മനോഹരമായി കൊണ്ടു നടക്കുന്നു, നല്ല ക്ലീനായിട്ട് എല്ലാ ബെഡ്റൂമും അതുപോലെ തന്നെ ഡൈനിങ് ഹാളും ബാത്റൂമും എല്ലാം വളരെ മനോഹരമായി ശ്രദ്ധിക്കുകയും എല്ലാ ദിവസവും നമ്മൾ ക്ലീനിങ് നടത്തുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും അതാണ് നമ്മുടെ വീട് ഏറ്റവും ഫ്രഷായി നിൽക്കാനുള്ള ഒരു കാരണം. അതാണ് എല്ലാ ദിവസവുമുള്ള ക്ലീനിങ് ആണ് നമ്മുടെ വീട് ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ, വൃത്തിയുള്ള രൂപത്തിൽ നിലനിൽക്കുന്നതിന്റെ കാരണം. അതാണ്. ഇവിടെ മനുഷ്യരെ നന്നാക്കണം, നമ്മുടെ മക്കളെ നന്നാക്കണം. മക്കളെ എങ്ങനെയാണ് നന്നാവുക? മക്കളെ എങ്ങനെയാണ് നന്നാക്കേണ്ടത്? മക്കളെ നന്നാവുക എന്ന് പറഞ്ഞാൽ ശാരീരികമായ മക്കളുടെ നന്നാവൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. വയറ് നിറയെ ഭക്ഷണം കഴിച്ചോ, പള്ള നിറച്ചും തിന്നോന്നാണ് നമ്മൾ പറയാറുള്ളത്. സത്യത്തിൽ ഇസ്ലാമിക ദർശനമനുസരിച്ച് പള്ള നിറച്ച് തിന്നുക എന്നുള്ളത് വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. പറഞ്ഞു ശീലിച്ച അങ്ങനെയാണ്, വയറ് നിറച്ച് തിന്നുക, വയറ് നിറച്ച് തീറ്റിക്കുക എന്നൊക്കെയാണ്. അപ്പൊ ആ കാര്യത്തിൽ വളരെ ഗൗരവമായി നല്ലോണം ഭക്ഷണം കൊടുക്കണം എന്നെല്ലാവരും വിചാരിക്കുന്നു. ഏറ്റവും നല്ല സ്കൂളിൽ ചേർത്തണം. അറിയപ്പെട്ട, അത്
കുവൈറ്റിലായാലും എവിടെയായാലും ഏത് നാട്ടിലാണെങ്കിലും നല്ല ഒരു സ്കൂളിൽ കഴിവിന്റെ പരമാവധി സാമ്പത്തികമായ കഴിവനുസരിച്ച് നല്ല ഒരു സ്കൂളിൽ പഠിപ്പിക്കണം, നല്ല ഡ്രസ്സ് ധരിപ്പിക്കണം, പിന്നെ അവനാവശ്യമായ അവൾക്ക് ആവശ്യമായ എല്ലാ ഭൗതിക മെറ്റീരിയൽസുകളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാം മനുഷ്യർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഞാൻ നിങ്ങളെ നമ്മുടെ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ വളരെ ലളിതവും എന്നാൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നിങ്ങൾക്കൊക്കെ അറിയാം, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുകയും അള്ളാഹു മാതൃകയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അസിലിലെ നല്ല മനുഷ്യനാണ്. ബാപ്പ നല്ല ആളായത് കൊണ്ടല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം നല്ല ആളായത്. ബാപ്പ ഒരു നല്ല മാതൃക കാണിച്ച്, ബാപ്പ നന്നായി വളർത്തി, ബാപ്പ തൗഹീദ് പഠിപ്പിച്ച്, ബാപ്പയുടെ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും കണ്ട് വളർന്നിട്ടുള്ള ഒരാളല്ല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നേരെ മറിച്ച് ഇബ്രാഹിം നബിയെ കണ്ട് വളർന്നിട്ടുള്ള ആളാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഈ രണ്ട് വ്യത്യാസങ്ങളെയും ശരിക്കും മനസ്സിലാക്കേണ്ട. ഒന്ന്, ഇബ്രാഹിം നബി ഒരു പ്രവാചകനാണ്. പ്രവാചകന്മാരെ അള്ളാഹു അങ്ങനെയാ വളർത്തി, അസ്ലിലെ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. അടിസ്ഥാനപരമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം 16-ാമത്തെ വയസ്സിൽ, വളരെ ഗൗരവമായി നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, 16-ാമത്തെ വയസ്സിലാണ് ബാപ്പയുമായി ആശയപരമായി ഇബ്രാഹിം നബി സംവദിക്കുന്നത്. അവിടെ ഇബ്രാഹിം നബിയിൽ എല്ലാ ഗുണങ്ങളും നമുക്ക് കാണാൻ കഴിയും. യാ അബത്തി, വളരെ സ്നേഹത്തോടെയാണ് ബാപ്പയുമായുള്ള ഒരു മകന്റെ സംസാരം. യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ. സ്നേഹം തുളുമ്പി നിൽക്കുന്ന അനവധി പരാമർശങ്ങൾ നമുക്കതിൽ കാണാം. അന്ന് നമ്മുടെ നാട്ടിന്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ, ഒരു +1 വിദ്യാർത്ഥിയായിരിക്കെ, 15 കഴിഞ്ഞ് SLC കഴിഞ്ഞ് +1 ചേർന്ന ഒരു 16 വയസ്സുകാരൻ, അതാണ് അക്കാലഘട്ടത്തിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവിടെ ഇബ്രാഹിം നബി ബാപ്പയെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ യാ അബത്തി. ഇസ്ലാം ആവശ്യപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു മകൻ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ രൂപപ്പെടുത്തിയെടുത്താൽ. ഇബ്രാഹിം നബിക്ക് ഒരു നല്ല മാതൃകയായി ബാപ്പ മാതൃക കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആസറിൽ നിന്ന് ഒരു നല്ല മാതൃക ഇബ്രാഹിം നബി അലൈഹിസ്സലാം ശീലിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. മറിച്ച് ഇബ്രാഹിം നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിയെടുത്തു. എന്നിട്ട് ഒരു നല്ല മകന്റെ സ്വഭാവം, പിതാവിനോട് എങ്ങനെ സംസാരിക്കണം എന്ന് ഒരു പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പയെ വിളിക്കുന്നത് യാ അബത്തി. നിങ്ങൾക്കറിയാം, ഇറാഖ്, ബഗ്ദാദ് ഇറാഖിന്റെ തലസ്ഥാനമാണ്. അവിടുന്ന് 400 കിലോമീറ്റർ അകലെയാണ് അന്നാസിരിയ പട്ടണം. 400 കിലോമീറ്റർ അകലെ. ഈ അന്നാസിരിയ പട്ടണത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ നാം എത്തിപ്പെടുന്ന സ്ഥലമാണ് ഊർ പട്ടണം. അതായത് ബഗ്ദാദിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള അന്നാസിരിയ പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്ന അതിന്റെ തെക്ക് ഭാഗത്ത് 10 കിലോമീറ്റർ ദൂരമുള്ള ഒരു പ്രദേശമാണ് ഊർ പട്ടണം. ഇന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീടിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ സംരക്ഷിക്കപ്പെടുകയും അവിടെ സുരക്ഷിതമായി നിർത്തപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഇബ്രാഹിം നബി ഊർ പട്ടണത്തിൽ നിന്ന് ബാപ്പയുമായി സംസാരിച്ച് നാട് വിട്ടു പോരുന്ന രംഗമൊക്കെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഇബ്രാഹിം നബി തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പിതാവുമായി കാത്തു സൂക്ഷിച്ച ക്ഷമയുടെ ഉദാഹരണം. ഇത് നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടതാണ്, ഞാൻ പഠിക്കേണ്ടതാണ്. എന്റെ ബാപ്പയോട് ഞാൻ എങ്ങനെ സംസാരിക്കണം എന്ന്. അതുകൊണ്ടാണ് കദ്കാലത്തുലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ, കേട്ടോ, ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഖുർആന്റെ പ്രയോഗം തന്നെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യം സംസാരിക്കുന്നത്. ഖുർആനിലെ 60-ാം അധ്യായം സൂറത്ത് മുംതഹന 4-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അങ്ങനെ. അപ്പൊ ഇബ്രാഹിം നബി സ്വന്തം പിതാവിനോട് യാ അബത്തി എന്തുമാത്രം സ്നേഹമായിരുന്നു. ഒരു മകൻ അത് പഠിക്കണം. നമ്മുടെ മക്കളെ, +1 വിദ്യാർത്ഥിയായ നമ്മുടെ മോനെ ബാപ്പയോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു മകനായി, യാ അബത്തി, എന്റെ ബാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ. ഇനി അവിടെ പറയുന്ന യാ അബത്തി ലിമ തഅബുദു, എന്തിനെയാണ് ബാപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത ഒരു കല്ലിൻ തുണ്ടത്തെയാണ് അങ്ങ് ആരാധിക്കുന്നത്. ബുദ്ധിപരമായ ഒരു സംവാദം.
ബാപ്പയെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നു. ധിക്കാരിയായ ഒരു മകനായിട്ടല്ല സംസാരം. വളരെ വിനയാന്വിതനായി സ്നേഹം നിലനിർത്തി യാവത്തി, എന്റെ പ്രിയപ്പെട്ട ബാപ്പ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഈ പ്രതിമയെ, അതിനെ ആരാധിക്കുന്ന ആളാണ് നിങ്ങൾ. അതുകൊണ്ട് ബാപ്പ ആലോചിക്കണം. മാത്രവുമല്ല ബാപ്പ, ഞാൻ നിങ്ങളോട് ഈ കാര്യം സംസാരിക്കുന്നതിനൊരു പ്രത്യേകമായ കാരണമുണ്ട്. അതെന്താണ്? ഇന്നീ ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബീനി അഹദിക സിറാത്തൻ സവിയ്യ. ബാപ്പ, നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ലാത്ത ഒരു മാർഗദർശനം, ബാപ്പ നിങ്ങൾക്ക് ഇതുവരെ വന്നു കിട്ടിയിട്ടില്ലാത്ത ഒരു മാർഗദർശനം അതിതാ എനിക്ക് വന്നിരിക്കുന്നു. ആ മാർഗദർശനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. യാ ബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബീനി. ബാപ്പ, നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത ഒരു മാർഗദർശനം. ഇങ്ങനെ ദീന് സംസാരിക്കുന്ന, നന്മ സംസാരിക്കുന്ന ഒരു 16-കാരനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നമ്മൾ കാണുകയാണ്. ഇബ്രാഹിം നബിയെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്, എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ബാപ്പാനോട്, ബാപ്പ ഇനി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ വതകൂന ലിശൈത്വാനി വലിയ. നോക്കൂ, പരമകാരുണ്യനായ പടച്ചതമ്പുരാനായ പരമകാരുണ്യനായ റബ്ബിന്റെ കൽപ്പന ധിക്കരിച്ച ധിക്കാരിയായ പിശാചിന്റെ പൈശാചികമായ ബാധയിൽ എന്റെ പ്രിയപ്പെട്ട പിതാവെ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നുണ്ട് എന്ന് ബാപ്പയെ നല്ല നിലയിൽ പഠിപ്പിക്കുന്ന, തിരിച്ചു ബാപ്പാന്റെ പ്രതികരണം അർജുമന്നക വഹ്ജുർനി മലിയ എന്നാണ്. ഞാൻ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും, നിന്നെ ഞാൻ കല്ലെറിഞ്ഞു കൊല്ലും എന്നൊരു മകനോട് പറയാം. ആ മകൻ പിന്നീട് നാട് വിട്ടു പോവുകയാണ്. ഒരു 25,000 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ ദീനിന് വേണ്ടിയുള്ള ഒരു യാത്ര. ഭൗതികമായ ഒരു യാത്രയല്ല, ദീനിന് വേണ്ടിയുള്ള യാത്ര. 4 തൗഹീദിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തൗഹീദിന്റെ 4 കേന്ദ്രങ്ങൾ, ആ 4 കേന്ദ്രങ്ങളും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നു. അതിലെ ഇബ്രാഹിം നബി എബ്രോൺ നഗരത്തിലാണ് ഇബ്രാഹിം നബി അന്ത്യവിശ്രമം കൊള്ളുന്നത്. എബ്രോൺ നഗരം ഇന്ന് ജൂതന്മാരുടെ കൈപ്പിടിയിലാണ്. ആ ഇബ്രാഹിം നബിയുടെ ഖബറും ആ ഏരിയയുള്ള പള്ളിയും ഒക്കെ ജൂതന്മാരുടെ സംരക്ഷണത്തിലാണ്. ഏതോ ആവട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറയുമ്പോൾ ആ ഉത്തമമായ മാതൃകയാണ് മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആരായിരുന്നു ഇബ്രാഹിം നബി? മോനെ, 16 വയസ്സുണ്ടായിരുന്ന ഇബ്രാഹിം നബി നടത്തിയ ദഅവത്ത് ഇതാണ്. ഇത് തന്നെയാണ് ഖുർആൻ നേർക്ക് നേരെ മനുഷ്യരോട് സംസാരിക്കൽ. ഖുർആൻ അനുസരിച്ചുള്ള ഒരു ജീവിതം അത് ഉണ്ടാകണമെങ്കിൽ തുടക്കത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ മൊത്തത്തിലുള്ള ലോകത്തുള്ള മനുഷ്യരുടെ കുടുംബാന്തരീക്ഷത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്താണ് നമ്മുടെ ഒരു വീടിന്റെ ഒരു സിറ്റുവേഷൻ? എന്താണ് ഇസ്ലാമികമായ ഒരു വീട് എന്നത്? വളരെ അപൂർവമാണ് ലോകത്ത്. എല്ലാ അർത്ഥത്തിലും ഇസ്ലാം നിലനിൽക്കുന്ന ഒരു വീട് എന്നത് വളരെ പ്രയാസകരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ചെറിയ ചില ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാം. ആധുനിക സയൻസും ഇസ്ലാം ഒന്നിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ 29-30 മോസ്കോയിൽ ഒരു വലിയ ഉച്ചകോടി നടക്കുക. വളരെ ഗൗരവം. ഇസ്ലാമിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറയും. മോസ്കോയിൽ ഈ വരുന്ന 29-ാം തീയതി 29-30 ഒരു വലിയ ഉച്ചകോടി നടക്കുകയാണ്. മാനവ ചരിത്രത്തിൽ അത്തരം ഒരു ഉച്ചകോടി നടന്നിട്ടേ ഇല്ല. ഭൗതിക ലോകത്ത് ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടില്ല അങ്ങനെ ഒരു ഉച്ചകോടി. ഇതെന്താ ഉച്ചകോടിയുടെ പ്രത്യേകത? ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാനാണ് ഈ ഉച്ചകോടി. റഷ്യയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ജനസംഖ്യ കുറഞ്ഞിട്ട് വമ്പിച്ച ദുരന്തം. കമ്മ്യൂണിസ്റ്റ് റഷ്യ നിങ്ങൾക്കറിയാം, ഭൗതികവാദിയായ മതവിരുദ്ധമായ ഇസ്ലാമിക വിരുദ്ധമായ ദൈവനിഷേധപരമായി ജീവിച്ച റഷ്യ. ആ റഷ്യയിലാണെന്ന് ഏറ്റവും കൂടുതൽ ജനസംഖ്യ കുറഞ്ഞതിന്റെ പേരിൽ വമ്പിച്ച ടെൻഷനും പ്രശ്നങ്ങളും നിലനിൽക്കുന്ന റഷ്യയില്. അതുകൊണ്ട് തന്നെ മോസ്കോയിൽ വെച്ച് ഒരു ഉച്ചകോടി നടക്കുകയാണ്. എന്താ ഉച്ചകോടി? എങ്ങനെ ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം പറഞ്ഞതിനെ ധിക്കരിച്ച ഒരു ജനത ഉച്ചകോടി കൂടെയാണ്. ഇസ്ലാമിന്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ആ ന്യൂസിനെ സ്വാഗതം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, മാൾത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചിരുന്ന ഒരു സിദ്ധാന്തം. മാൾത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ വർദ്ധിക്കുന്നതിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുള്ള ഒരു സിദ്ധാന്തം. ഇന്നത് വലിച്ചെറിയപ്പെട്ടു. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന ആ വിഷയത്തിൽ പറയുന്നത് വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ.
വയഅലമു മുസ്തഖറഹ വമുസ്തൗദഹ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വല്ലാത്തൊരു വചനമാണ്. സൂറത്ത് ഹൂദിലാണ് ആ വചനമുള്ളത്. ഖുർആനിലെ 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ 3 മുതൽ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹ വമുസ്തൗദഹ കുല്ലും ഫീ കിതാബിൻ മുബീൻ. അല്ലാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ച എല്ലാ ജീവവർഗങ്ങളും അള്ള പടച്ച് ആമാശയവും വായയും നൽകിയിട്ടുള്ള എല്ലാ ജീവവർഗങ്ങൾക്കും ആവശ്യമായ ഉപജീവനം അള്ളാഹു ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാ. അതോർത്ത് നിങ്ങൾ ബേജാറാകണ്ട. അള്ളാഹു പറയുന്നത് നഹ്നു നർസുഖുഹും വയ്യാഹും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നാമാണ്. അതുകൊണ്ട് ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത്. 14 നൂറ്റാണ്ട് മുമ്പ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇന്ന് മോസ്കോയിൽ ചേരാനിരിക്കുന്ന ഉച്ചകോടി എങ്ങനെ കുട്ടികളെ വർദ്ധിപ്പിക്കാം എന്നാണ്. കുട്ടികളെ എങ്ങനെ വർദ്ധിപ്പിക്കാം? റഷ്യയിലെ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. എല്ലാ രാജ്യങ്ങളും ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ മനുഷ്യരിപ്പൊ മനുഷ്യന് ബോധം ഉണ്ടാകുകയാണ്. ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളുടെ പരിഹാര ഉച്ചകോടി കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നടക്കാൻ പോകുന്ന ഉച്ചകോടി. ചെയ്തു കൂട്ടിയ തിന്മ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നിടത്ത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ആ കാര്യത്തിൽ ഇസ്ലാം ഓരോ 2 വർഷം കൂടുമ്പോഴും ഒരു കുഞ്ഞ് എന്ന സങ്കല്പം ഖുർആൻ വളരെ മുന്നോട്ട് വെച്ചു. ഇന്ന് മനുഷ്യരെ അനുഭവിക്കുന്ന പലപ്പോഴും നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു കാര്യം സ്ത്രീകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. 2-ൽ കൂടുതലൊന്നും പ്രസവിക്കില്ല എന്നൊരു തീരുമാനം ശരിയായ ഒരു തീരുമാനമല്ല എന്നതിന് ഏറ്റവും വലിയ കാര്യമാണ്. നമ്മളിപ്പോ അങ്ങനെ കൺട്രോൾ ചെയ്തുണ്ടാകുന്ന വലിയൊരു ദുരന്തമുണ്ട് ലോകത്ത്. എന്താണ്? ഇപ്പൊ നിങ്ങൾ നോക്കി, എന്റെ വാപ്പയും ഉമ്മയും ആണായാലും പെണ്ണായാലും 2 മതി എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല. ഞാൻ 3ാമത്തെ ആളാണ്. എന്റെ ഉമ്മയും ബാപ്പയും ആണായാലും പെണ്ണായാലും 2 മതി എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഞാൻ പ്രസംഗിക്കൂല, എന്റെ അനുജൻ സിറാജും പ്രസംഗിക്കൂല, അങ്ങോട്ട് ഹാഫിദും ആവൂല, ദുബായിലെ ദായിയും ആവൂല. ആലോചിച്ച് നോക്കണം. ഇസ്ലാം MM അക്ബർ എന്ന ഒരാളുണ്ടാവുമായിരുന്നു. 8ാമത്തെ മോനാണ്. ആ വാപ്പാന്റെ മക്കളിലെ 8ാമത്തെ ആളാണ് അക്ബർ ഖാൻ. ലോകം കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു ബാപ്പാന്റെ 1ാമത്തെ മക്കളായിരുന്നില്ല എന്നുള്ളതാണ്. ഒന്നെങ്കിൽ 3ാമത്തെ, ഇല്ലേ 4ാമത്തെ, ഇല്ലേ 5ാമത്തെ, ഇല്ലേ 6ാമത്തെ, ഇല്ലേ 7ാമത്തെ. അങ്ങനെയാ. നിങ്ങൾ പരിശോധിച്ചോളൂ, ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏത് മഹാന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങളെയും നിങ്ങൾ പരിശോധിച്ചോളൂ, എല്ലാവരും 2-നപ്പുറത്തും ഉണ്ടായവരാണ്. കാരണം ആണായാലും പെണ്ണായാലും 2 മതിയും തീരുമാനിച്ചപ്പോൾ അല്ലാഹു ക്വാളിറ്റിയുള്ള ഒന്നിനെയും കൊടുത്തില്ല. അതും കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ചിന്തിക്കേണ്ടതാണ്. ആണായാലും പെണ്ണായാലും ഞങ്ങൾക്ക് 2 മതി എന്ന് തീരുമാനിച്ചാൽ വലിയ ദുരന്തം ഉണ്ടാവുക. എന്റെ അമ്മോശൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാണ്. നക്സലൈറ്റ് ആയിരുന്നു. പിന്നീടാണ് ഇസ്ലാമൊക്കെ സ്വീകരിച്ച് നല്ലൊരു മനുഷ്യനായത്. പക്ഷെ അക്കാലഘട്ടത്തിൽ എല്ലാ കൂട്ടുകാരും ആണായാലും പെണ്ണായാലും 2 മതി എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് എന്താണ്, ആണ് മരിച്ചുപോയി, ആക്സിഡന്റിൽ മരിച്ചു, ഒരു പെൺകുട്ടി മാത്രമുള്ളത്. മനുഷ്യന്റെ ജീവിതത്തിൽ മൂന്നാമൊന്നും വരാനില്ല. ആകെ 2 മക്കളുണ്ടായി, ഒരു പെണ്ണ്. അവളെ ഞാൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് അങ്ങനെയെങ്കിലും തീരുമാനിക്കാം. ദീനിയായ ഒരു സ്ഥലത്ത് എത്തിയെന്ന് വിചാരിക്കാം. ആൺകുട്ടി ഉണ്ടായിരുന്നു, മരിച്ചും പോയി, ആക്സിഡന്റിൽ മരിച്ചും പോയി. ഞാൻ പറയുന്ന മനുഷ്യനെടുക്കുന്ന തീരുമാനങ്ങൾക്ക് സംഭവിക്കുന്ന വലിയ ദുരന്തമാണ്. അതുകൊണ്ട് ഓരോ 2 വർഷവും നല്ല കുട്ടികൾക്ക് ജന്മം നൽകുക എന്നത് ഒരു വിശ്വാസിനിയുടെ ഏറ്റവും പ്രധാനമായ തീരുമാനമായിരിക്കണം. ഒരുപാട് കുട്ടികൾ ഉണ്ടാവട്ടെ, അതൊരു വലിയൊരു സന്തോഷമാണ്. 7 മക്കളുണ്ടാകുക, 8 മക്കളുണ്ടാകുക, അതുപോലെ 4-5 മക്കളുണ്ടാവും, വലിയൊരു സൗഭാഗ്യമാണ്. ഒരാള് കയറി വരുന്നു, അവര് പോകുമ്പോഴേക്ക് വേറൊരു മക്കൾ വരുന്നു, ഇതൊരു വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആണായാലും പെണ്ണായാലും 2 മതി എന്ന തീരുമാനം ഇസ്ലാമികമല്ല, പുനഃപരിശോധിക്കേണ്ട ഒരു തീരുമാനമാണ്. മറിച്ച് കുട്ടികൾ ഉണ്ടാവട്ടെ, ആവുന്നത്ര ആരോഗ്യപരമായി, അതായത് ഒരു വിദഗ്ധനായ ഡോക്ടർ കുഞ്ഞിനും നിങ്ങൾക്കും ഒരു കേടുമില്ല, പ്രയാസമില്ല എന്ന് പറയുന്ന കാലം അത്രയും കുട്ടികൾ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അനുഗ്രഹം. അത് തന്നെയാണ് അനുഗ്രഹം. മാത്രമല്ല, വലതും സ്വാലിഹി യദൂലഹു എന്ന് പറഞ്ഞല്ലോ. ഏതൊരു മാതാവും പിതാവും മരിച്ചാൽ അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾക്കറിയാം, ഇതാ മാത്തൽ ഇൻസാനോ ഇൻകതാമലു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മരിച്ചാൽ
പിന്നെ 3 കാര്യങ്ങൾ അവശേഷിക്കുന്നു. അതിലൊന്ന് സ്വാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന. അല്ല പറഞ്ഞില്ല, റസൂല് പറഞ്ഞില്ല, സന്താനങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞില്ല. പറഞ്ഞോ? സന്താനങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞില്ല, സ്വാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന. അപ്പൊ കുട്ടികൾ ഒരുപാട് ഉണ്ടാവട്ടെ, അതിൽ സ്വാലിഹ്യങ്ങൾ ഉണ്ടാവട്ടെ, അല്ലാത്തവരുണ്ടാവട്ടെ. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കുറെ കുട്ടികൾ ഉണ്ടാവട്ടെ, ഒരു സ്വാലിഹ്യങ്ങൾ ഉണ്ടാവട്ടെ, ദീനിയായി. 1 2 ഒക്കെ ആയപ്പോൾ ആളുകൾ പൊതുവെ എവിടെ എത്തുക? ഒന്നെങ്കിലും ഒരു ഡോക്ടർ ആക്കണം, ഇല്ല എഞ്ചിനീയർ ആക്കണം, അല്ലേ? 3-മതൊരാളുണ്ടെങ്കിലും ഓനൊരു മതപണ്ഡിതനാകട്ടെ തീരുമാനിക്കാനുള്ള ഒരു മനസ്സ് പോലും നമുക്ക് ആർക്കില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നടക്കുന്ന മോസ്കോയിലെ ഉച്ചകോടിയിൽ കുട്ടികൾ അധികരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ശ്ലാഘനീയമാണ്. ഇസ്ലാമിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. ഇസ്ലാം പറഞ്ഞു കേട്ട ഒരു കാലഘട്ടത്തിൽ ആർക്കും ഒരു ദുരന്തം ഉണ്ടാവില്ല. പക്ഷെ ഇസ്ലാമിനെ കൃത്യമായി ഫോളോ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന ഒരു വലിയ ദുരന്തം എല്ലാ രംഗത്തും ഉണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കി, നമ്മുടെ മക്കളിൽ ഒരു മകനെ നിന്നെ അറക്കാൻ അള്ളാഹു എനിക്ക് സ്വപ്നത്തിൽ തോന്നിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ അറക്കാൻ പോവുക, നിങ്ങൾ പറഞ്ഞു നോക്ക്, എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ പുകല്? നമ്മുടെ മക്കളോട്, ആൺകുട്ടിയോട് ബാപ്പയമ്മ ഇരുന്നിട്ട് പറയുമ്പോൾ ഇവിടെ വാങ്ങും, മോനെ വിളിച്ചു വരുത്തിയിട്ട് പറയാണ്, നിന്നെ അറക്കാൻ ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്താ നിന്റെ അഭിപ്രായം? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നെ അറക്കാൻ ഞങ്ങൾ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചിലപ്പോ ചാടി നെഞ്ഞത്തൊരൊറ്റ ചവിട്ടാട്ട് വെച്ച്, തള്ളെ നിന്നെ അറക്കാനോ, എന്നെ കൊല്ലാൻ ഞാൻ ഇപ്പൊ കൊട്ടേഷൻ പാർട്ടിനെ കൊണ്ടുവരും എന്നറിയും. എന്നിട്ട് കൊട്ടേഷൻ പാർട്ടിനെയും കൊണ്ടുവന്നിട്ട് ഉമ്മാനെയും ബാപ്പാനെയും തട്ടുന്ന മക്കളായിരിക്കും ഇപ്പൊ ഉണ്ടാവുക. യഥാർത്ഥത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പോയിന്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു ബാപ്പ മകനോട് ഞാൻ നിന്നെ അറക്കാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇസ്മായിൽ നബീന്റെ പ്രതികരണം എന്താ? സന്താനങ്ങളെ വളർത്തിയ ഒരു പിതാവിന്റെ അവസ്ഥാവിശേഷം പറയാനാണ് ഞാൻ ഈ ഉദാഹരണം പറയും. നിന്നെ അറുക്കാൻ അള്ളാഹു എനിക്ക് ഞാൻ സ്വപ്നത്തിൽ നിന്നെ അറുക്കണമെന്ന കാര്യം എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, എന്താണ് നിന്റെ അഭിപ്രായം? ഇതൊരു കഥയല്ലല്ലോ, ഇത് ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ്. ലോകത്ത് ഒരിക്കലും കള്ളം പറയാത്ത റബ്ബിന്റെ വചനം. ആ വചനത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഇബ്രാഹിം നബി ബാപ്പാനോട് ഇങ്ങനെ ചോദിച്ചു എന്നുള്ളത്. അവിടെയാണ് ഇബ്രാഹിം നബിയുടെ പിന്നെ മകന്റെ ഇസ്മായിൽ നബിയുടെ വർത്തമാനം എന്താണ്? അതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പ്രാർത്ഥന ഇല്ലാത്തൊരവസ്ഥ നമുക്കൊക്കെ ഉണ്ടായി. നമ്മൾ പ്രാർത്ഥിക്കാറാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത് നമ്മുടെ ഒരു മുദ്രാവാക്യമാണ്. പക്ഷേ പ്രാർത്ഥന അധികരിപ്പിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. എങ്ങനെ? സാധാരണഗതിയില് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന മുദ്രാവാക്യത്തിനെതിരെ അല്ലേ നമ്മൾ? അതാണ് നമ്മുടെ ജീവവായു, അതാണ് നമ്മുടെ പ്രാണൻ. പക്ഷേ പ്രാർത്ഥന നിരന്തരമായി നടത്തുന്ന ഒരു സ്വഭാവം ഈ കാര്യത്തിൽ നമുക്കുണ്ടായിട്ടോ? മക്കളുടെ കാര്യത്തിൽ നിങ്ങളൊക്കെ വിവാഹിതരായി, മാതാക്കളായി, കുഞ്ഞുങ്ങളുടെ പിന്നെ ഉമ്മമാരായി ഇപ്പൊ ഇവിടെ എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ കുട്ടിക്ക് വേണ്ടി, ഒരു നല്ല സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എത്ര ആളുകൾ നമുക്കിടയിലുണ്ട്? എനിക്ക് ആശ്ചര്യത്തോടു കൂടി കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇബ്രാഹിം നബിയെ കണ്ടിട്ടാണ് ആര് വളരുന്നത്? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വളരുന്നത്. ഹാജറ ബീവിയെ കണ്ടിട്ടാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാം വളരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറയാം. ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ഭർത്താവ് ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് രാത്രി, ഇപ്പൊ കുവൈത്ത് തന്നെ ആയിക്കോട്ടെ, രാത്രി ഒരു 12 മണി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് നമുക്ക് അടങ്ങാത്ത ദേഷ്യം ഉണ്ടാവും. കാത്തിരുന്ന് ക്ഷീണിച്ചുറങ്ങിപ്പോയാൽ വാതിലൊക്കെ തുറന്നാൽ ചിലപ്പോൾ ഒരു സ്ഫോടനമായിരിക്കും ഉണ്ടാകുക, ഒരു പൊട്ടിത്തെറി. ഒരു ഇസ്ലാമിക മീറ്റിങ്ങിന് ഭർത്താവ് പങ്കെടുത്ത് 12:30 തിരിച്ചു വന്നാൽ നമ്മൾ അതിന്റെ പേരിൽ പിണങ്ങിയവർ നമുക്കിടയിൽ ഉണ്ടാവും. നമ്മൾ ആലോചിക്കണം, ഇവിടെ എത്രയോ മൈലുകൾക്കപ്പുറത്ത് പരിശുദ്ധ കാബ, നിങ്ങൾക്കറിയാലോ, ജനവാസമില്ലാത്ത ജലസ്രോതസ്സുകളില്ലാത്ത പരിശുദ്ധ കാബ അറിയാം. അവിടെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ആ പ്രദേശത്ത് കൊണ്ടുപോയി ഹാജറ ബീവിയെയും മകനെയും ഉപേക്ഷിക്കുന്ന സമയത്ത് ഹാജറ ബീവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലാഹു അതല്ല ഇബ്രാഹിം, അല്ല കൽപ്പിച്ചതാണോ, പടച്ചതമ്പുരാൻ കൽപ്പിച്ചതാണോ ഇങ്ങനെ ഞങ്ങളെ ഈ ചോര പൈതലിനെയും എന്നെയും ഇവിടെ ഉപേക്ഷിച്ചു പോയിക്കൊള്ളാൻ അള്ളാഹു കൽപ്പിച്ചതാണോ, പടച്ചോന്റെ കൽപ്പനയാണോ എന്ന് ചോദിക്കുന്നു. ഇവിടെ ഒരു പോയിന്റാണ് ഞങ്ങളോട് പറയുന്നത്. ഈ ഒരു ഈമാനിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ? അപ്പൊ ഇബ്രാഹിം നബി പറയുന്നു, അതെ, പടച്ചതമ്പുരാന്റെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഈ യാത്ര തുടങ്ങും. എങ്കിൽ പ്രശ്നമില്ല, പോയിക്കോളൂ, ഞങ്ങൾക്ക് അള്ളാഹു ഉണ്ട്. ഇതൊരു പെണ്ണിന്റെ വിശ്വാസമാണല്ലോ. ലോകത്ത് പച്ചയായി ജീവിച്ച കറുത്ത
ഒരടിമയായ സ്ത്രീയുടെ വാക്കായത്. ഉന്നത കുലജാതയായ കുലീനയായ സുന്ദരിയായ ഒരു പെണ്ണിന്റെ വാക്കല്ല ഇത്. ഇത് അടിമയായി. ഇന്നും സഫാ മർവാ കുന്നുകളിൽ ആ ഹാജറയെ ഓർത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ആ ഹാജറ ബീവിക്ക് അള്ളാഹു നൽകിയ പദവിയും മഹത്വവും അപാരമാണ്. ആ ഹാജറ ബീവി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാന്റെ കൽപ്പനയാണ് ഇബ്രാഹിം നബി ഇവിടെ ഉപേക്ഷിച്ചു പോയത് എന്ന് മനസ്സിലാക്കിയപ്പോ അത് ക്ഷമിക്കാൻ അല്ല ഞങ്ങളോടൊപ്പം ഉണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ കുഴങ്ങേണ്ടി വരില്ല, ബുദ്ധിമുട്ടേണ്ടി വരില്ല, പ്രയാസപ്പെടേണ്ടി വരില്ല. പടച്ചവന്റെ കാവലുണ്ടാകും, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ തുണയുണ്ടാകും എന്ന ഉത്തമമായ ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ മനസ്സ് മാറിയിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ആത്മവിചിന്തനം നടത്തേണ്ട കാര്യമാണ് സഹോദരിമാരെ. നാം ആത്മവിചിന്തനം നടത്തേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു ഉമ്മാനെ കണ്ടിട്ടാണ് ആ മകൻ വളർന്നത്. അതാണ് പോയിന്റ്. അങ്ങനെയുള്ള ഒരു ഉമ്മാനെ കണ്ടിട്ടാണ് ആ മകൻ വളർന്നത്. എന്റെ പോയിന്റ് അതാണ്. ഈ ആത്മവിശ്വാസമുള്ള, അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വാസമുള്ള, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത ഉമ്മയെ കണ്ടിട്ടാണ് ആ മകൻ വളരുന്നത്. ആ ബാപ്പയെ കണ്ടിട്ടാണ് ആ മകൻ വളരുന്നത്. അള്ളാഹു കൽപ്പിക്കാതെ എന്റെ ബാപ്പ അങ്ങനെ പറയില്ല. കാരണം അതിനൊരു കാരണം കൂടിയുണ്ട്. ഇബ്രാഹിം നബിയുടെ വളർച്ച ഈ മകൻ നോക്കിക്കാണുക. ഫിറ്റായ ഒരു പിതാവ്, എല്ലാ അർത്ഥത്തിലും യോഗ്യനായ ഒരു പിതാവ്. ബാപ്പയിൽ നിന്ന് ഒരു മൈനസ് പോയിന്റും ആ മകൻ കണ്ടിട്ടില്ല. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ബാപ്പയിൽ നിന്ന് അവനെ ധിക്കരിക്കാനോ ഉപേക്ഷിക്കാനോ പറ്റിയൊരു സ്വഭാവം കണ്ടിട്ടില്ല. മറിച്ച് ആ ബാപ്പയിൽ നിന്ന് അവൻ കണ്ടത് മുഴുവനും പത്തരമാറ്റാണ്, ക്വാളിറ്റിയാണ്. യോഗ്യനായ ഒരു ബാപ്പ, യോഗ്യനായ ഒരു ഉമ്മ. ആ യോഗ്യനായ ബാപ്പാന്റെ യോഗ്യതയുള്ള ഉമ്മയുടെ മകനായിട്ട് വളർന്നത് കൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിലിന് പറയാൻ സാധിച്ചു, ബാപ്പ നിങ്ങൾക്ക് എന്നെ അതീവ ക്ഷമാലുക്കളിൽ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ കഴിയും. എന്താണോ അള്ളാഹു താങ്കളോട് കൽപ്പിച്ചിട്ടുള്ളത് അതങ്ങ് നടപ്പാക്കിക്കോളൂ. ഇങ്ങനെ ഒരു മകനെ ജന്മം നൽകാൻ കഴിഞ്ഞ ഏത് വയറുണ്ട് ഈ സദസ്സിൽ, ഏത് ഗർഭപാത്രമുണ്ട് ഈ സദസ്സിൽ? വളരെ വളരെ ആഴമേറി ചിന്തിക്കേണ്ട കാര്യങ്ങളിലൊന്ന്. ഇങ്ങനെയൊരു മകൻ, ഇങ്ങനെ ശ്രദ്ധേയനായ ഒരു കൺകുളിർമയുള്ള ഖുർറത്ത അഗ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം 74-ൽ നമ്മളോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ഖുർആൻ മക്കളെ പഠിപ്പിച്ചാലും, നിങ്ങൾ ഹദീസ് മക്കളെ പഠിപ്പിച്ചാലും, നിങ്ങൾ ദീനീ സ്ഥാപനങ്ങളിൽ മക്കളെ ചേർത്തിയാലും മക്കളെ നന്നായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അതുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ അടുത്ത ഏതാനും 2-3 മാസങ്ങൾക്കുള്ളിൽ സ്കൂളിൽ നിന്ന് ഒരു കുട്ടി പുറത്താക്കപ്പെട്ടു. ഒരു ആൺകുട്ടി, ഹാഫിദാണ് അവൻ, 30 ജുസും മനപ്പാടമുള്ള ഒരു കുട്ടി. മഹാവൃത്തികേട് ചെയ്തതിന്റെ പേര് കമ്പ്യൂട്ടറിലൂടെ ഇന്റർനെറ്റിലൂടെ അവരെ പരിചയമുള്ള എല്ലാ ആളുകൾക്കും വൃത്തികെട്ട പിക്ചർ അയച്ചതിന്റെ പേരിൽ അവൻ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. ഹാഫിദാണ്. പക്ഷേ മകനെ ഹാഫിദാക്കി എന്നതല്ലാതെ ഖുർആൻ മനപ്പാഠമാക്കിയ ഒരു കുട്ടിക്കുണ്ടാകേണ്ട യോഗ്യത ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. മാതാപിതാക്കളും പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ല. അത്തരം മാതൃക അവന് ലഭിച്ചിട്ടില്ല. ഈ ഒരു അവസ്ഥാവിശേഷത്തിൽ ഏതൊരു കുട്ടിയും, അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ഞാൻ വളരെ ഗൗരവമായി നിങ്ങളോട് ചോദിക്കുകയാണ്, ഖുൽ മാ യൗബൂബിക്കും റബ്ബി ലൗലാ ദുആഉക്കും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. ഈ ആയത്തിന്റെ പശ്ചാത്തലവും അതിന്റെ വിശദാംശങ്ങളും നിങ്ങളൊന്ന് പരിശോധിക്കണം. അതായത് 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിലെ 77-ാമത്തെ വചനമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് അള്ളാഹു പറയാണ്, ഖുൽ മാ യൗബൂബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല. ആ പ്രയോഗം നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല. അപ്പോ അള്ളാഹു നമ്മളെ പരിഗണിക്കാൻ ഏറ്റവും പ്രധാനമായ കാര്യം എന്താണ്? ഇതിൽ ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കണം. ആരാണോ കൂടുതൽ അള്ളാഹുമായി അടുക്കുന്നത്, ആരാണോ അള്ളാഹുവിനോട് കൂടുതൽ ചോദിക്കുന്നത്, അവർക്ക് അള്ളാഹു കൂടുതൽ നൽകും. ലോകത്തെ ഏത് കാര്യം അങ്ങനെയാണ്. അങ്ങനെയല്ലേ? നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്ക്. വളരെ ഗൗരവമായ ചിന്തയാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹിനോട് വളരെ കുറച്ച് വെച്ചാൽ അള്ളാഹ് കുറച്ചു തരും. അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടിയെടുത്താലോ, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെ തന്നെയല്ലേ? അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടിയെടുത്താൽ അള്ളാഹു നിങ്ങളിലേക്ക് അടുക്കുന്നതിന്റെ അവസ്ഥ എന്താണ്? ഇവിടെ
നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കൂല എന്ന്. ഇത് മക്കാ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞാണ്. അതാണ് ഏറ്റവും അത്ഭുതം. മക്കാ മുശ്രിക്കുകൾ ഇടയ്ക്കെങ്കിലും അള്ളാഹിനോട് ദ്വേർക്കുന്നത് കൊണ്ടാണ് വലിയ ശിക്ഷ നൽകി അള്ളാഹു അവരെ ഈ ലോകത്ത് നിന്ന് നിഷ്കാസിതമാക്കാത്തത് എന്നാണ് അതിന്റെ തഫ്സീർ. നിങ്ങൾ പരിശോധിക്കണം. അതായത് മക്കാ മുശ്രിക്കുകൾ ഇടയ്ക്കെങ്കിലും റബ്ബിനോട് അവർ ദ്വേർക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ യാത്ര ചെയ്തപ്പോ പിന്നെ ഞങ്ങൾ സംസാരിച്ചൊരു കാര്യം, റമദാനിലെ ഇവിടുത്തെ കുവൈത്തികളുടെ ഒരു പ്രാർത്ഥന പള്ളിയിൽ ഖിയാമുൽ ലൈലോ അല്ലെങ്കിൽ തറാവിയോ ഒക്കെ നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ പ്രാർത്ഥനയായിരിക്കാം ഈ നാടിനൊക്കെ അള്ളാഹു നിലനിർത്തുന്നത്. ആ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കും ഈ നാടിനെ അള്ളാഹു നിലനിർത്തുന്നത്. ഇവിടെ ഖുർആനിലെ 25-ാം അധ്യായത്തിലെ അവസാനത്തെ വചനം 77-ാമത്തെ വചനം പറയുന്നത് എന്താണ്? നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അള്ളാഹ് നിങ്ങളെ പരിഗണിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, നിങ്ങൾ സമ്പന്നന്മാരായാൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുന്നല്ലോ എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഭർത്താവിന് നല്ലൊരു ജോലി ഉണ്ടായാൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുന്ന പറഞ്ഞത്. നീ ഒരു നല്ല സുന്ദരിയായാൽ അള്ളാഹു നിന്നെ പരിഗണിക്കുന്ന പറഞ്ഞത് അല്ല. നീ എത്ര കണ്ട് പ്രാർത്ഥിക്കുന്നുവോ അത്ര കണ്ട് നിന്റെ റബ്ബ് നിന്നെ പരിഗണിക്കും. അങ്ങനെയാ. അങ്ങനെ നിങ്ങൾ അള്ളാഹിനെ ധാരാളമായിട്ട് ഓർക്കി, അപ്പൊ അള്ളാഹ് നിങ്ങളെ ഓർക്കും. എന്തിനാ ഇത് പറഞ്ഞതെന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരും. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറ 152-ാമത്തെ വചനമാണ്. നിങ്ങൾ അള്ളാഹിനോട് നന്ദി കാണിക്ക്, അള്ളാഹിനെ ധാരാളമായിട്ട് ഓർക്ക്. അപ്പൊ അള്ളാഹ് നിങ്ങളെ ചെറിയ സംഘത്തിൽ വെച്ച് അള്ളാഹ് നിങ്ങൾ ഓർത്താൽ വലിയ സംഘത്തിൽ വെച്ച് അള്ളാഹു നിങ്ങൾ ഓർക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയാം, സക്കരിയ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയെയും സക്കരിയ നബിയെയും ഞാൻ അതിനു വേണ്ടിയാണ് ഉദാഹരിക്കുന്നത്. സക്കരിയ നബിക്ക് ഉറപ്പായിരുന്നു കുട്ടികൾ ഉണ്ടാവില്ല, ഭൗതികമായി കുട്ടികൾ ഉണ്ടാവില്ല എന്ന് സക്കരിയ നബിക്ക് ഉറപ്പായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ എല്ലുകൾ ദുർബലമായി, അദ്ദേഹത്തിന്റെ ശിരസ് നിരബാധിച്ച് കത്തി എന്ന് പറഞ്ഞാൽ അത്രയും വാർദ്ധക്യം. ഭാര്യയാകട്ടെ വന്ധ്യയുമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മനസ്സ് തട്ടി തന്നെ ചോദിക്കുകയാണ്, ഭാര്യ വന്ധ്യം, ഭർത്താവാകട്ടെ ഇനി കുട്ടി ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാർ ഡിക്ലെയർ ചെയ്തു. അങ്ങനെയുള്ള നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയോ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ? അങ്ങനത്തെ ഒരു ഘട്ടം വന്ന് നമ്മൾ എന്താ വിചാരിക്കുക? ഇനി ഒരിക്കലും എനിക്ക് കുട്ടി ഉണ്ടാവില്ല, അല്ലേ? ഈമാനിന്റെ ദുർബലതയാണത്. ശക്തമായ ഈമാനുള്ളവർ അങ്ങനെ വിചാരിക്കില്ല. കാരണം സക്കരിയ നബിയുടെ അത്ഭുതം എന്നെ സ്വാധീനിച്ച കാര്യം എന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹിന്റെ മുമ്പിൽ വെക്കുന്ന ആ പ്രാർത്ഥനയുടെ പൂർണ്ണ രൂപം ഒന്ന് പരിശോധിച്ച് നോക്കിയേ. 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 1 മുതൽ 10 വരെയുള്ള ഒരു വചനങ്ങളൊന്ന് ശരിക്ക് വായിച്ചു നോക്കും. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അദ്ദേഹം റബ്ബിനോട് പറയാൻ إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واستعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي. വല്ലാത്തൊരു ഒന്ന് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് വളരെ ശാന്തമായി പതുക്കെ നോക്കൂ, ശബ്ദം താഴ്ത്തി പ്രാർത്ഥിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കുക. എന്താ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന? അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, അല്ലാ പടച്ചവനെ, എന്റെ എല്ലുകൾ ദുർബലമായി, എന്റെ തലമുടി നിരബാധിച്ച് കത്തിയിരിക്കുന്നു റബ്ബേ. മാത്രവുമല്ല എന്റെ ഭാര്യ വന്ധ്യയുമാണ്. പക്ഷെ വലം മകുംബി ദുആഇക റബ്ബി ശഖിയ, നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ അശക്തനേയല്ല. എനിക്കൊരു നിരാശയും തോന്നിയിട്ടില്ല. കാരണം എന്താണ്? പിതാവില്ലാതെ മറിയം ഗർഭിണിയായി. മാതാവും പിതാവുമില്ലാതെ ആദമിനെ സൃഷ്ടിച്ചവനാണല്ല. അല്ലാഹ് വിചാരിച്ചാൽ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടായിരുന്നു, ചന്ദ്രൻ, മരിച്ചുപോയി. ഈ അടുത്ത് 2 കുട്ടികൾ അനാഥരായി കൊണ്ട് മരിച്ചുപോയി. ഈ 2 കുട്ടികളിൽ ആദ്യത്തെ ഒരു കുഞ്ഞ്, 2 കുട്ടികളെ 3-ാമത്തെ മകൻ, ആദ്യം 2 കുട്ടികളുണ്ടായി, 2 പെൺകുട്ടികൾ. 2 പെൺകുട്ടികളായപ്പോ അമ്മയുടെ നിർബന്ധം കൊണ്ട് ഭാര്യയെ ഗർഭം ഇനി പ്രസവിക്കില്ല, അതിനെ നിർത്തിച്ചു. ഇനി പ്രസവിക്കണ്ട തീരുമാനിച്ചു. അങ്ങനെ അവര് നിർത്തിച്ചു. ഡോക്ടർ എത്തിയെന്നു ഇനി പ്രസവിക്കില്ല എന്നുള്ളൊരവസ്ഥ അവരുണ്ടാക്കി, ശാസ്ത്രീയമായൊക്കെ ഉണ്ടാക്കി. നിങ്ങൾക്ക് കേൾക്കണോ? അത്ഭുതകരമാണ്. 8 മാസം കഴിഞ്ഞിട്ട് എന്തോ ഒരു ചെറിയ അസ്വസ്ഥത തോന്നിയിട്ട് ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ 8 മാസം ഗർഭിണിയാണ് ഉള്ളത്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് ആ മകനാണ് ഇന്ന് ആ വീട്ടിൽ വളരുന്നത്. ഒരാൺകുട്ടിയായിരുന്നു.
അള്ളാഹു വിചാരിച്ചാൽ തടുക്കാൻ ഒരു ഡോക്ടർക്കും കഴിയില്ല. എന്റെ നേരെ അയൽവാസിയാണ്. പ്രസവം നിർത്തി ഒരു പെണ്ണ് ഗർഭിണിയാവും. ആലോചിച്ച് നോക്കണം. എന്നിട്ട് അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക, ഒരു ആൺകുട്ടിയെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ കുടുംബത്തിൽ ഒരാണുണ്ടാകണം. എന്തുകൊണ്ടുണ്ടായി അതുകൂടെ മനസ്സിലാക്കണം. ആ ആൺകുട്ടി ജനിച്ചതിന് ശേഷം ശബരിമലയിൽ പോയപ്പോ ചെങ്ങായി മരിച്ച് ആ കുടുംബത്തിന്റെ അത്താണിയായ ഒരു ആൺകുട്ടി, 2 പെൺകുട്ടികൾക്കിടയിൽ. അള്ളാഹുവിന്റെ തീരുമാനം നോക്കണം. മാത്രമല്ല, ഭൗതിക സൗകര്യങ്ങൾ അള്ളാഹു വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? അങ്ങനെയല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? ആലോചിക്കണം. അപ്പൊ നമ്മളാരുമല്ല ഇത് തീരുമാനിക്കും. അതുകൊണ്ടാണ് വലം മക്കുംബി ദുആഇക റബ്ബി ശഖിയ, പടച്ചോനെ നിന്നോട് ദ്വയേർക്കുന്നതിൽ ഞാൻ അശക്തനല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കണം, നേർക്ക് നേരെ ചോദിക്കണം. ഒരു ക്ലാസ് ആണ്, പ്രസംഗമാണ്, അടിച്ചുപൊളിയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. നേർക്ക് നേരെ പച്ച മലയാളത്തിൽ ഞാൻ ചോദിക്കാണ്, ഇങ്ങനൊരു സിറ്റുവേഷൻ സംജാതമായിട്ട് ഒരു കുട്ടി പടച്ചോൻ വിചാരിച്ചാൽ എനിക്ക് കിട്ടും വിചാരിച്ചിട്ട് റബ്ബിനോട് ദ്വയേറുന്ന എത്ര പേരുണ്ട്? നിരാശയായിരുന്നു നമുക്ക് പലപ്പോഴും. പക്ഷെ അള്ളാഹിനോട് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ചു നോക്ക്, ഉറപ്പായിട്ടും അള്ളാഹു റിസൾട്ട് തരും. ഉറപ്പായിട്ടും. ഞാൻ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്, പടച്ചോനെ 3 പെൺകുട്ടികൾ എനിക്ക് തന്നതിന് ശേഷം 4ാമത്തതോ 5ാമത്തതോ ആണായാലും വേണ്ടില്ല, പെണ്ണായാലും എനിക്ക് കുഴപ്പമില്ല, 3 എണ്ണം ഇഞ്ചി തരണോ. അള്ളാഹു 4നെയും പെണ്ണാക്കി തന്നു. എന്തൊരു സന്തോഷമാണ്, എന്തൊരു സന്തോഷമാണ്. 3 പെൺകുട്ടിനെ കിട്ടി, അയറ്റള് നല്ലോണം പോറ്റി, ഇതൊക്കെ ദീനൊക്കെ കൊടുത്ത് പരമാവധി സൂക്ഷിച്ച് അവരെ വളർത്തി. അള്ള പറയണേ, ഈ 3 പെൺകുട്ടിയിലൂടെ സ്വർഗം, 3 ആൺകുട്ടിയിലൂടെ സ്വർഗം എന്ന് റസൂല് പറഞ്ഞില്ല. 3 ആൺകുട്ടിയിലൂടെ സ്വർഗം എന്ന് റസൂല് പറഞ്ഞില്ല. റസൂല് പറഞ്ഞത് 3 പെൺകുട്ടി ഉണ്ടോ. മാത്രമല്ല, ഹദീസിന്റെ ബാക്കി ഭാഗം 3 സഹോദരി ഉണ്ടെങ്കിലും കിട്ടും സ്വർഗം. എനിക്ക് 4 സഹോദരിമാരുണ്ട്, 4 പെൺകുട്ടികളുണ്ട്, 4 മക്കളുണ്ട്, ഒരു പെൺകുട്ടികളാണ്, 4 സഹോദരിമാരുണ്ട്. ഈ ഹദീസ് കേട്ടതിന് ശേഷം പിന്നീട് പെങ്ങന്മാർ എന്താവശ്യപ്പെട്ടാലും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്താ? അതുവഴി സ്വർഗമാണ് കിട്ടാൻ പോണത്, സ്വർഗമാണ് ലഭിക്കാൻ. ഇതിനേക്കാൾ വലിയൊരു ഓഫർ അള്ളാഹു നൽകാനുണ്ടോ? പെണ്ണിലൂടെ അള്ളാഹു നൽകാനുണ്ടോ ഇതിനേക്കാൾ വലിയൊരു ഓഫർ? ഇതൊരു വലിയ ഓഫർ അല്ലേ? ഈ ഓഫർ അനുസരിച്ച് തൗഹീദ് ഉണ്ടാവുകയും ബാക്കിയുള്ള കാര്യത്തിൽ പടച്ചോനെ സൂക്ഷിക്കുകയും ഇപ്പറഞ്ഞ് ശ്രദ്ധിക്കുകയും ചെയ്താൽ സ്വർഗം ഉറപ്പായി. അതുകൊണ്ട് ഈ കാര്യത്തിൽ പടച്ചോനോട് പ്രാർത്ഥിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 86 വയസ്സിലാണ്, 86ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബിക്ക് കുട്ടികൾ ഉണ്ടാകുന്നത്. ഇബ്രാഹിം നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചത് എന്താ? ഇനി സക്കരിയ നബിയുടെ പ്രാർത്ഥനയുടെ പൊരുളിൽ ഒരു പോയിന്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കണം, സഹോദരിമാർ മനസ്സിലാക്കണം. എന്താന്ന് വെച്ചാല്, ഭാര്യ വന്ധ്യയാണ്, സക്കരിയ നബി അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലാണ്, കുട്ടി ഉണ്ടാകാനുള്ള ഭൗതിക സാഹചര്യങ്ങളൊക്കെ നശിച്ചിട്ടും അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടും എന്നുള്ള ഉറപ്പ് സക്കരിയ നബിക്ക് ഉണ്ടായി. ആ ഉറപ്പിലേക്ക് ഞാൻ നിങ്ങൾ ഒന്ന്. 2ാമത്തെ കാര്യം, ഭാര്യ ഗർഭിണിയായിട്ടില്ല, ഭാര്യ ഗർഭിണിയാവുന്നു ഉറപ്പില്ല, ഒന്നുമില്ല. അതൊക്കെ ക്യാൻസൽ ആയിട്ട് പോലും സക്കരിയ നബി പറയുന്നത് എന്താ? പടച്ചോനെ, എന്റെ തലമുറയിൽ വരുന്നൊരു തലമുറയല്ലേ, അവരെ ഉപദേശിക്കാൻ ഒരു അനന്തരാവകാശം ഇല്ലാതെ പോകുന്നതിനെ എനിക്ക് അങ്ങേയറ്റം ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നത്. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പടച്ചോനെ, ഞാൻ കണ്ടമാനം സ്വത്തിന്റെ ആളാണ്, ഒരാൺകുട്ടി ഇല്ലെങ്കിൽ ഈ സ്വത്തൊക്കെ അന്യാധീനമായി പോകുമല്ലോ എന്നല്ല സക്കരിയ നബി പറയുന്നത്. പടച്ചോനെ, എന്റെ കുടുംബത്തിൽ അടുത്ത തലമുറനെ ഉപദേശിച്ച് നേരെയാക്കാൻ, അവർക്ക് തെക്കുവ പഠിച്ചു കൊടുക്കാൻ, അവർക്ക് വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളുണ്ടാകാതെ പോകും എന്നൊരാശങ്ക ഒരു പിതാവിന് ഭാര്യ വന്ധ്യയായിട്ട് അയാളിലൂടെ ഒരു കുഞ്ഞുണ്ടാവൂല എന്നറിഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ അനന്തര ഫലമാണ് അവർക്ക് യഹിയ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായത്. എന്നിട്ട് എന്താക്കി അള്ളാഹു? യഹിയ നബി ഒരു നബിയാക്കി കൊടുത്തു. അള്ളാഹ് ഈ പ്രാർത്ഥനയുടെ പൊരുളായിട്ട് അള്ളാഹു ഒരൊറ്റ വലിയ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു, യഹിയ. പക്ഷെ എന്തുണ്ടായി? യഹിയ നബി ദേവത്തെടുത്താൻ റോട്ടിലിറങ്ങി. ആദ്യത്തെ പ്രസംഗം അപ്പൊ തന്നെ കൊല്ലപ്പെട്ടു. യഹിയ നബി അപ്പൊ തന്നെ കൊല്ലപ്പെടുകയുണ്ടായത്. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു പ്രാർത്ഥനയിലൂടെ നേടി എത്ര മക്കളുണ്ട് നമുക്ക്? ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഒരു കുട്ടിനെ കിട്ടിയ സംഭവം നമുക്ക് എവിടെയുള്ളത്? ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടു, മനുഷ്യന്റെ ശാരീരിക തൃഷ്ണ പൂർത്തിയായി, അതിലൂടെ അവൾ ഗർഭിണിയായി, അതിനുശേഷം ഒരു കുട്ടി ഉണ്ടായി എന്നതല്ലാതെ പ്രാർത്ഥിച്ചിട്ട് ഭാര്യ ഗർഭിണിയായ, പ്രാർത്ഥിച്ചിട്ട് ഭാര്യയുടെ ഗർഭം വികസിച്ച, പ്രാർത്ഥിച്ചിട്ട് സൂറത്ത് അഹ്റാഫിൽ അങ്ങനെ ഒരു രംഗം പറയുന്നുണ്ട്, നിരന്തരമായ പ്രാർത്ഥന. എന്നിട്ട് അള്ളാഹു പറയണം, അവസാനം അവർ ശിർക്ക് ചെയ്തു. ഒരു കുട്ടി ഉണ്ടായപ്പോ ഏതോ തങ്ങളുടെ ബർക്കത്തുകൊണ്ടാ ഉണ്ടായത് എന്ന് അവർ പറഞ്ഞു. സൂറത്ത് അഹ്റാഫിൽ അള്ളാഹു വിശദീകരിക്കുന്നു. ഞാൻ പറയുന്നത്, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊരു കുട്ടിയെ, വളരെ നേരത്തെ തന്നെ പ്രാർത്ഥിച്ചിട്ടൊരു കുട്ടിയെ, അങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ടോ നമുക്ക്?
അള്ളാഹു എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിച്ച ഒരു കുഞ്ഞിനെ, ദീനായ ഒരു കുഞ്ഞിനെ. അപ്പൊ ഇവിടെ എനിക്ക് നിങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇനിയും നിങ്ങളിൽ പലരും ഗർഭിണികളാവും, ഇനിയും നമുക്ക് സന്താനങ്ങൾ ഉണ്ടാവും. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് അപാരമായ പ്രാർത്ഥന. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, പ്രസവമൊന്നും നടന്നിട്ടില്ലാത്ത ആളുകൾ ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാവും. വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ കാലമായി ഗർഭം ധരിക്കാത്ത ആളുകൾ, അവർക്ക് വേണ്ടി ഒരു പോയിന്റ് കൂടെ പറയാൻ. ഒരു സഹാബി മറ്റൊരു സഹാബിയുടെ സമീപത്ത് വന്നിട്ട് ദാമ്പത്യം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, കുറെ വർഷമായി, കുട്ടിയില്ല, അതിന്റെ പ്രയാസങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു സഹാബിയോട് വേറൊരു സഹാബി ദാമ്പത്യം വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളില്ലാത്ത ദുഃഖം പങ്കുവെച്ചപ്പോ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് അറിയാം, അറിഞ്ഞിട്ടില്ലാത്തവർക്ക് പറയണ, ഞാൻ ആത്മാർത്ഥത കൊണ്ട് പറയണ ഈ സംഭവം. ഈ സഹാബി ചോദിക്കണ, നീ കേട്ടിട്ടില്ലേ സൂറത്ത് നൂഹിലെ ഒരു വചനം നീ കേട്ടിട്ടില്ലേ? എന്ന് നീ കേട്ടിട്ടില്ലേ? നമ്മളൊക്കെ കേട്ടൊരായത്താത്. ഈ സ്വഹാബിയുടെ ചോദ്യം എന്താണെന്നറിയോ? അതായത് അള്ളാഹുവിനോട് നിരന്തരമായി ഭാര്യയും ഭർത്താവും, നിങ്ങളിനെ കൂട്ടിക്കൂടി നിങ്ങളുടെ ഭർത്താവും നിങ്ങളും സ്പെഷ്യലായിട്ട്, അതായത് സന്താനം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊരു ഇസ്തിഗ്ഫാർ അങ്ങനെയുണ്ട്. അള്ളാഹ് പറയാണ്, നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഞാൻ നിങ്ങൾക്ക് സന്താനം നൽകും എന്ന് ഖുർആൻ പറയാണ്. 71-ാം അധ്യായം സൂറത്ത് നൂഹിലെ 10 മുതൽ 13 വരെയുള്ള വചനത്തിൽ അള്ളാഹു പറയാണ്, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹ് കുട്ടികളെ തരും. അപ്പൊ ശരിക്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ചാല്, വിവാഹം കഴിച്ചിട്ട് കുട്ടികളില്ലാത്തവർ ചികിത്സയോടൊപ്പം ചെയ്യേണ്ടത്, ഈ ആയത്ത് ഭർത്താവിനെയും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങളിപ്പോ ഇവിടെ സ്ത്രീകളാണ്, ഭർത്താവിനെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെ? യുർസിലി സമാ അലൈക്കും, സമൃദ്ധമായ അള്ള മഴ ചൊരിഞ്ഞു തരും. അള്ളാഹിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാല് അള്ള നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും, സന്താനങ്ങൾ നൽകും, സമ്പത്ത് നൽകും. ഉണ്ടോ? ഇസ്തിഗ്ഫാറിന്റെ റിസൾട്ടാണ് ഈ പറഞ്ഞത്. നിരന്തരമായി റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ കിട്ടുന്ന റിസൾട്ട് സന്താനം. നോക്കണം. അങ്ങനെ അള്ളാഹിനോട് ഈ ആയത്ത് പ്രകാരം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ഇതെല്ലാം ഖുർആൻ പറഞ്ഞതല്ലേ? നമ്മൾ ഖുർആൻ പഠിക്കുന്നു കുറെ കാലമായി, നമ്മുടെ ഹദീസ് കേൾക്കുന്നു കുറെ കാലമായി. ഇങ്ങനൊരു വശം ഇതിനുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? തീർന്നില്ല. ഇനിയാണ് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകമായി പറയാൻ. ഞാൻ ആ ഭാഗം അങ്ങനെ മാറ്റി വെക്കാൻ. സൂറത്തുൽ ലുഖ്മാനിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിനാദ്യമായി ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് അന്വേഷിക്കുന്നത്. ഇപ്പോ ശാസ്ത്രം പറയുന്ന വളരെ പ്രധാനമായ ഒരു പോയിന്റ്, ഒരു കുട്ടി ഗർഭപാത്രത്തിൽ വളർന്നാൽ, ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ കുരുന്നായി രൂപപ്പെട്ടു വരുന്ന ആ കാലഘട്ടം, ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു 3 മാസം കുട്ടിക്ക് ഗർഭപാത്രത്തിൽ പ്രായമായാൽ ആ കുട്ടി കേൾവിക്കാരനാകുന്നു. ഗർഭപാത്രത്തിലെ കുട്ടിക്ക് കേൾക്കാൻ കഴിയും. ഉമ്മ ബാപ്പാനോട് അത് സംസാരിക്കുന്നത് ഈ കുട്ടിക്ക് കേൾക്കാൻ കഴിയും. കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയും. അതായത് ഉമ്മ സ്ഥിരമായിട്ട് ഖുർആൻ ഓതുന്നു. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഉമ്മ സ്ഥിരമായിട്ട് ഖുർആൻ ഓതുന്നവളാണെങ്കിൽ ഗർഭപാത്രത്തിലെ കുഞ്ഞ് ഈ ഖുർആൻ ഓത്ത് കേൾക്കും. മനസ്സിലായില്ല? ശരിക്കും പഠിക്കേണ്ടതാണ്. ഈ ഉമ്മ സ്ഥിരമായിട്ട് ചാനൽ കാണുന്ന ഒരു സ്ത്രീയാണെങ്കിലോ, ആ ചാനലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദവും ബഹളവുമാണ് ആ കുട്ടി ഗർഭപാത്രത്തിൽ വെച്ച് കേൾക്കുക. നേരെ മറിച്ച് ഉമ്മ നിരന്തരമായി ആബിദത്തായ ഇബാദത്തുള്ളൊരു സ്ത്രീയാണെങ്കിൽ ഈ കുട്ടിയിൽ അത് എഫക്ട് ചെയ്യുന്ന, ഈ കുട്ടിയിൽ അത് വല്ലാതെ എഫക്ട് ചെയ്യും. ഭാര്യ ഗർഭിണിയായാൽ ഉടനെ നമ്മൾ മനസ്സിലാക്കണം. ഞാനൊക്കെ വളരെ ശ്രദ്ധിച്ച് ഭാര്യയോട് സംസാരിക്കുന്ന ഒരു കാര്യങ്ങളിൽ പെട്ട ഒന്നാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഭാര്യ ഗർഭിണിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ വമ്പിച്ച ജാഗ്രത വേണം വീട്ടില്. എന്താണ് ജാഗ്രത? വമ്പിച്ച ജാഗ്രത. ഒന്ന്, ഞാൻ അവളോട് സംസാരിക്കുന്നു, അവൾ എന്നോട് സംസാരിക്കുന്നു. ദേഷ്യം പിടിപ്പിക്കുന്ന ഒരവസ്ഥയും ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഗർഭകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്. ഭാര്യയ്ക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന, അവളെ പ്രഷർ കയറ്റിക്കുന്ന ഒരു സംഭവവും ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഒന്ന്, നിരന്തരമായി ദീനീ കാര്യങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു വീടാണെന്ന് വിചാരിച്ചു നിങ്ങള്. അതായത് ഈ സ്ത്രീ 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന ഒരു സ്ത്രീയാണ്, നിരന്തരമായി ഖുർആൻ ഓതുന്ന ഒരു സ്ത്രീയാണ്, നിരന്തരമായി ഇസ്ലാമിന്റെ കേസറ്റ് കേൾക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളെ മക്കളെ കുറിച്ച്.
നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നേരെ മറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കണം, വളരെ ഹൃദയഹാരിയായി ചോദിക്കണം, നിങ്ങൾ ഗർഭം ധരിച്ച കാലഘട്ടത്തിൽ നിങ്ങളുടെ ഗർഭപാത്രത്തിലെ കുട്ടി ഏറ്റവും കൂടുതൽ കേട്ടത് ഹലാലായ കാര്യങ്ങളാണോ ഹറാമായ കാര്യങ്ങളാണോ? നിങ്ങളെന്നെ ചിന്തിച്ചു. നിങ്ങളാണ് ചിന്തിക്കേണ്ടത്, എനിക്കറിയില്ല, നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഒരു കുഞ്ഞിനെ ഗർഭം ചുമന്ന കാലയളവിൽ ഭർത്താവുമായി എത്ര തവണ തെറ്റിയിട്ടുണ്ട്? എത്ര തവണ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്? എത്ര സീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്? എത്ര സിനിമയിലെ വൃത്തികെട്ട ഡയലോഗുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ചാനൽ ഇല്ലാതെ അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമായി ഇന്ന് കേരളത്തിലും ലോകത്തിലും മാറി. ഇത് നമ്മൾ ആലോചിക്കണം. പ്രത്യേകിച്ച് കുവൈറ്റിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല. എല്ലാ സ്ഥലത്തും ഇറങ്ങി നമ്മുടെ പാടത്തും പറമ്പത്തും ഒക്കെ കളിക്കുന്നത് പോലെ കളിക്കാനൊന്നുള്ള സൗകര്യമില്ല. പിന്നെ അവർ നിൽക്കുന്നത് ആധുനിക മീഡിയകളുടെ മുമ്പിലാണ്, കമ്പ്യൂട്ടറിന് മുമ്പിലാണ്, ഇന്റർനെറ്റിന് മുമ്പിലാണ്. അതുപോലെ ഒരുപാട് മേഖലകളുണ്ട്, അതിൽ ലോകം മുഴുവനും അതിന്റെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഞാൻ ചോദിക്കുകയാണ്, കുഞ്ഞുനാളിലെ, അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ബാപ്പ അള്ളാനെ ആരാധിക്കുന്ന പിതാവായി ആ വീട് ഇസ്ലാമികമായ ഒരു വീടായിട്ട് കുട്ടിക്ക് എഫക്ട് ചെയ്തു. അപ്പൊ നിങ്ങളുടെയൊക്കെ മക്കൾ വളർന്നത് പൂർണ്ണമായ ഒരു ഇസ്ലാമിന്റെ അന്തരീക്ഷത്തിലാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതായത് നിരന്തരമായി ഈ ആയത്തുകളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക. ഇത് നിങ്ങളുടെ വീടുകളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക. ഒരു വല്ലാത്ത ഒരു പ്രയോഗം. സൂറത്ത് അഹ്സാബ് 33-ാം അധ്യായം 34-ാമത്തെ വചനമാണ്. ഈ വചനത്തിൽ അല്ലാഹു പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക. ഞാൻ വളരെ ഹൃദയത്തെ ടച്ച് ചെയ്ത് ചോദിക്കാണ്, നമ്മുടെ വീടുകളിൽ എത്ര കണ്ട് ഖുർആനും സുന്നത്തും പാരായണം ചെയ്യപ്പെടുന്നുണ്ട്? ഖുർആൻ പാരായണം ചെയ്യാറുണ്ടാവും പലപ്പോഴും, സുന്നത്ത് പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും, ഈ ഒരു ക്വാളിറ്റി നമ്മുടെ വീടിനുണ്ടോ? നമ്മുടെ വീടിനുണ്ടായിരുന്നു. നാമൊക്കെ ജനിച്ചു വളർന്ന വീടിനുണ്ടായിരുന്നോ? ഇപ്പം നമ്മുടെ വീടുകളിലുണ്ടോ? നമ്മുടെ ഫ്ലാറ്റുകളിലുണ്ടോ? നിരന്തരമായി വിശുദ്ധ ഖുർആൻ ഓതുന്ന ഉമ്മമാരാരാ? ഞാൻ കൈപൊക്കാനൊന്നും ആവശ്യപ്പെടുന്നില്ല. നിരന്തരമായി ഖുർആൻ ഓതിയിട്ട് മകളും മകനും ഉമ്മാന്റെ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് മടിയിൽ വന്നിരുന്ന് ഉമ്മ മനോഹരമായി ഖുർആൻ ഓതിക്കൊടുത്ത് ആ ഖുർആനിന്റെ ശബ്ദത്തിൽ ലയിച്ചിരുന്ന മക്കളുണ്ടോ നമുക്ക്? നമ്മൾ പരാതി പറയുന്നുണ്ടല്ലോ, മക്കൾ അങ്ങനെയായി, മക്കൾ ഇങ്ങനെയായി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, SLC പാസ്സായപ്പോ മകള് പറഞ്ഞു ബാപ്പാനോട്, കൊച്ചിയില് ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ എനിക്കൊരു കമ്പ്യൂട്ടർ ആവശ്യമാണ്, എന്റെ വിദ്യാഭ്യാസത്തിന്റെ പ്രോഗ്രസിന് വേണ്ടി അത് ആവശ്യമാണ്, ഇന്റർനെറ്റ് കണക്ഷനും കൂടി അയാൾ എടുത്തു കൊടുത്തു. മകൾ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ചാറ്റിങ് ചെയ്ത് പിന്നെ ചീറ്റിംഗ് ആയി. പിന്നെ 9 മാസത്തിന്റെ കോഴ്സ് പൂർത്തിയായി ഓൾ പുറത്തേക്ക് പോന്നു. 9 മാസത്തിന്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആ കോഴ്സ് എന്താണെന്ന്? അതാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്ന ഏറ്റവും നല്ല 5 കൊല്ലത്തിന്റെ കോഴ്സ് പൂർത്തിയാക്കാനാണ് ബാംഗ്ലൂരും മദ്രാസിലും ഒക്കെ കൊണ്ടാക്കിയത്. പക്ഷെ 9 മാസത്തിന്റെ കോഴ്സ് പൂർത്തിയാക്കി മകളൊക്കെ പോന്നു. അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം ഉണ്ട്. ഏതോ ആവട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പറയില്ല. ഇനി മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കും, 15 വയസ്സുള്ള പിന്നെ +1 വിദ്യാർത്ഥി ഒരു ആൺകുട്ടിയെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ വെച്ച് നൈറ്റ് പെട്രോളിംഗ് നടത്തുന്ന പോലീസുകാർ പിടിച്ചു. പോലീസുകാർ പിടിച്ചിട്ട് അവന്റെ ഫോണ് പരിശോധിച്ചു നോക്കും. അതില് അവന്റെ ക്ലാസ് പഠിക്കുന്ന മുസ്ലിം കുടുംബത്തിൽ ഒരു പെൺകുട്ടി അയച്ച മെസ്സേജാണ്, എന്റെ വീട്ടിൽ എല്ലാവരും ഉറങ്ങി. മെസ്സേജാണ്, എന്റെ വീട്ടിൽ എല്ലാവരും ഉറങ്ങി, അടുക്കള വാതിൽ ഞാൻ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ മക്കളുടെ ഫോണിൽ എന്തൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടാവും? നമ്മുടെ മക്കളുടെ ഫോണിൽ എന്തൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടാവും? നമ്മുടെ കുട്ടികളുടെ ബാഗിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? നമ്മുടെ കുട്ടിയുടെ ബുക്കിൽ എന്തൊക്കെ കാര്യം എഴുതിയിട്ടുണ്ടാവും? എന്നെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും മക്കളെ വിളിച്ച് കൃത്യമായി ഒരു ജീവിത രീതി, അതായത് ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടുള്ള ഒരു ഉമ്മാനെ ആ മകൻ കണ്ടിട്ടേ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ? നിങ്ങൾ നോക്ക്, ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഞാൻ പറഞ്ഞു പോകണേ, ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കഥയെ പറയും. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ചെറിയ കുട്ടിയായിരുന്ന കാലം, വളരെ ചെറിയ കുട്ടിയായിരുന്ന കാലം, അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് ഉമ്മ പറഞ്ഞേക്കാൻ. ഈ കഥ ഓരോ സ്ത്രീകളും ശ്രദ്ധിച്ചു കേൾക്കണം, ഓരോരുത്തരും. ഒരാളുടെ ശ്രദ്ധയും എങ്ങോട്ടും തെറ്റിപ്പോകരുത്. വളരെ ചെറിയ കുട്ടിയായിരിക്കെ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ ഉമ്മ പറഞ്ഞേക്കാണ് വീട്ടിൽ നിന്ന്. ഇങ്ങനെയുള്ള ഒരു ഉമ്മയാകാൻ സാധിക്കുമോ എന്നുള്ള പരിശോധന, അത്രമാത്രമേ ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ.
ഈ മകൻ പോകുന്ന സമയത്ത് ഒരു പടക്കി ഉമ്മ മകന്റെ മടിയിൽ വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുത്തു. കയറുകൊണ്ട് നന്നായി ഭദ്രമായി അവന്റെ മടിയിൽ വെച്ചിട്ട് കെട്ടിക്കൊടുക്കും. പോകുമ്പോ ആ മകനെ സ്വന്തം സമീപത്തേക്ക് ചേർത്ത് പിടിച്ചു ഉമ്മ കൊടുത്തിട്ട് ആ ഉമ്മ പറയാണ്, മോനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മോനെ, എന്ത് കുലിൽ ഹഖ വഇൻ കാന മുറ, കയ്പാണെങ്കിലും മോനെ നീ സത്യമേ പറയാവൂ, കയ്പാണെങ്കിലും മോനെ നീ സത്യമേ പറയാവൂ എന്നീ ഉമ്മയെ പഠിപ്പിക്കാൻ ഈ കുട്ടിയെ. ഇനി കേട്ടോളൂ, ഇനി ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഈ മകൻ ഇങ്ങനെ നടന്നു പോവാൻ, ഒരു കുറ്റിക്കാട്ടിലൂടെ നടന്നിങ്ങനെ പോവാൻ. ഇത് കഥയല്ല, ഐതിഹ്യമല്ല, ചരിത്രമാണ്, ജീവിതമാണ്. ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കുഞ്ഞുനാളിലെ അനുഭവമാണ്. കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്നൊരു കൊള്ളക്കാരൻ ചാടി കൊണ്ടുവന്ന് നിൽക്കവിടെയാണ്. അപ്പൊ ആ കുട്ടി നിന്നു, നല്ല സുസ്മേരവദനായി പുഞ്ചിരിച്ചുകൊണ്ട്. ഒരു ഉമ്മ വളർത്തിയ മകനാത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേ, ഒരു ഉമ്മ രൂപപ്പെടുത്തിയെടുത്ത ഒരു മകനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ. പുഞ്ചിരിയോടുകൂടി അവൻ തിരിച്ചു നിന്നു. സുസ്മേരവദനായ അവൻ കൊള്ളക്കാരനോട് ചോദിച്ചു, എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ ഈ കൊള്ളക്കാരൻ എന്താ നിന്റെ കയ്യിലുണ്ടെന്ന് ചോദിച്ചു. എന്റെ ഉമ്മ തന്ന കുറച്ച് പൈസയുണ്ട്, എന്തേ വേണോന്ന് ചോദിച്ചു. ഇങ്ങനെ എടുക്കുക പറഞ്ഞു. ഒക്കെ അയാൾ സ്ട്രോങ്ങില് പറഞ്ഞു. കുട്ടി വളരെ ശാന്തനായി ആ പണക്കിയെടുത്ത് കയ്യിൽ കൊടുത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അവൻ നടന്നു പോകാൻ. അത്ഭുതത്തോടുകൂടി ഈ കൊള്ളക്കാരൻ ആ രംഗം നോക്കി നിൽക്കുകയാണ്. അയാളുടെ മനസ്സിൽ അത് അഗാധമായി സ്വാധീനിച്ചു, അഗാധമായി. അതുകൊണ്ട് അദ്ദേഹം നിന്ന് കുറെ സ്തബ്ധനായി ഇങ്ങനെ നിന്നപ്പോ ഈ കുട്ടി ഒരു ഭാവമാറ്റവും ഇല്ലാതെ നടന്ന് വളരെ ദൂരേക്കെത്തി. അയാൾ അവന്റെ പിന്നാലെ ഓടിച്ചെന്നിട്ട്, മോനെ ഒന്ന് നിൽക്കവിടെ. വീണ്ടും ആ കുട്ടി നിന്നു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തേ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. മോനെ, നീ ആരാ? ഞാൻ ഒരുപാട് ആളുകളെ കൊള്ള ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകളെ പിടിച്ചു പറിച്ചിട്ടുണ്ട്. മോനെ, നീ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പ്രതികരിച്ചു? ആ കുട്ടി പറയണ, എന്റെ ഉമ്മ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ച പ്രവാചകന്റെ വചനം, എത്ര കൈപ്പേറിയ അനുഭവം ഉണ്ടായാലും ജീവിതത്തിൽ കള്ളം പറയരുത് എന്നാണ് എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് കള്ളം പറയാതിരിക്കാൻ, അല്ലെങ്കിൽ കള്ളം പറയാൻ സാധിക്കാതെ പോയത്. അതുകൊണ്ടാണ് എന്റെ ഉമ്മയാണ് എന്നെ രൂപപ്പെടുത്തിയെടുത്തത്. നോക്കൂ, ആ കൊള്ളക്കാരൻ പിന്നീട് വിശ്വാസിയായി തീരുകയാണ്. ഒരു ചെറിയ മകന്റെ സത്യസന്ധതയുടെ മുമ്പിൽ ഒരു കൊള്ളക്കാരന്റെ കൊള്ള എന്നേക്കുമായി അവസാനിക്കുകയാണ്. സഹോദരിമാരെ, നിങ്ങൾ വളരെ അഗാധമായി ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെ ഒരു ഉമ്മയാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത ഉമ്മയാണ് എന്ന് നമ്മുടെ മക്കൾക്ക് നമ്മളെ കുറിച്ച് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് കള്ളങ്ങൾ മക്കളെ പറഞ്ഞ് ശീലിപ്പിച്ചിട്ടേ നമ്മള്. നിങ്ങൾക്കറിയാം, ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്യാതെ കുട്ടി സ്കൂളിൽ പോകാൻ ഉമ്മ പറയും, ഞങ്ങൾ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് പോയി, ഒന്ന് ലേറ്റ് ആയി പോയി എന്ന് പറ, അല്ലെങ്കിൽ അമ്മായിയുടെ വീട്ടിൽ പോയി എന്ന് പറ, അല്ലെങ്കിൽ ഇന്ന സന്ദർശനത്തിന് പോയി എന്ന് പറ. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ എന്താ ഉണ്ടാകോ? കള്ളത്തി. എന്റെ ഉമ്മ കള്ളത്തിയാണ്, കള്ളമാണ് പറഞ്ഞു തരുന്നത് എന്നാ കുട്ടിയുടെ മനസ്സിൽ. നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉമ്മ, മകനെ ഞാൻ നിനക്ക് ഇന്നത് തരാം, കാരൊക്കെ തരാം എന്ന് പറഞ്ഞ റസൂൽ പറയാൻ, നീ സത്യമാണോ പറയുന്നത്? അതെ, അല്ലെങ്കിൽ നീ ആ കുട്ടിയെ കള്ളമാണ് പഠിപ്പിക്കുന്നത്. കണ്ടോ? അപ്പോ ഒറിജിനലായ ഒരു ജീവിതം ഉമ്മ എന്നും. ഞാൻ എപ്പോഴും ആലോചിക്കുമ്പോ, കുട്ടി സ്കൂൾ വിട്ട് വരികയാണ്, വൈകുന്നേരം അസറിന്റെ സമയത്ത് കുട്ടി സ്കൂൾ വിട്ട് വരികയാണ്. സ്കൂൾ വിട്ട് വരുമ്പോ കോളിംഗ് ബെൽ അടിച്ച് കുട്ടി ഉള്ളിലേക്ക് കയറി. നേരെ കയറി അവൻ ചെല്ലുന്നത് ഉമ്മ നിസ്കരിക്കുന്നിടത്തേക്കാണ്. ഉമ്മ മുസല്ലയിൽ നമസ്കരിക്കുന്നു. വളരെ ഭക്തിയാദരവോടെ ഉമ്മ നിസ്കരിക്കുന്ന രംഗമാണ് മകൻ കാണുന്നത്. ചെറിയ കുട്ടിയവൻ, അല്ലെ ചെറിയ മോള അവൾ കാണുന്നത്. എന്തൊരു ബഹുമാനം ഉണ്ടാവും എന്നറിയാം ആ കുഞ്ഞിന്. ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്റെ ഉമ്മ നല്ല ഉമ്മയാണ്, ഉമ്മ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ഉമ്മ ചോദിക്കണം, മോളെ നിസ്കരിച്ചോ? ഇല്ല, എന്റെ കുട്ടി പോയിട്ട് ഒന്നെടുത്തു വാ, അപ്പോഴേക്ക് ഉമ്മ നിനക്ക് ഭക്ഷണം വിളമ്പി വെക്കാം. ഒന്നെടുത്ത് നിസ്കരിച്ചു വരുന്ന ഒരു കുട്ടിയെ നമ്മൾ ഉണ്ടാക്കും, നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നു. നേരെ മറിച്ച് കുട്ടി, നിങ്ങൾ നോക്ക്, പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ ചാനലിന് മുമ്പിലാണ് കുട്ടിക്ക് മുല കൊടുക്കുന്നത്. ചാനലിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് കുട്ടിക്ക് മുല കൊടുക്കുന്നത്. ഈ കുട്ടി എങ്ങനെ നന്നാവണത്? നിങ്ങൾക്കറിയില്ലേ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഏറ്റവും രസകരമായി വിശുദ്ധ ഖുർആൻ 17:36 പറയുന്ന വാക്കാണ്. ആ വാക്കിൽ അല്ലാഹു പറയുന്നത് എന്താണ്? നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ചിന്താശേഷി നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഒരു കുട്ടി കേൾക്കുന്നു. അതുകൊണ്ട് നല്ലത് കേട്ടവൺ വളരട്ടെ, പുറത്തേക്ക് വരുമ്പോൾ അവൻ നല്ലത് കേട്ട് വളരട്ടെ. ഗർഭപാത്രത്തിലുള്ള കാലത്ത് ഉമ്മ നല്ലവളായിരുന്നു, പുറത്തു വന്നപ്പോ ഉമ്മ നല്ലവളാണ്. എല്ലാ നല്ല കാര്യത്തിലും ഉമ്മയുണ്ട്. നല്ല കാര്യം മാത്രം ഉമ്മ ഇപ്പൊ ഒരിക്കലും തെറ്റുന്നത് കണ്ടിട്ടില്ല. നല്ല വർത്തമാനം, സ്നേഹമുള്ള ആള്, സ്നേഹമുള്ള പിതാവ്,
ഈ ഒരു സിറ്റുവേഷൻ സ്നേഹമുള്ള മാതാവ് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ പൊട്ടിയത് എങ്ങനെ? ലുഖ്മാനുൽ ഹക്കീമിന്റെ കഥ സൂറത്തുൽ ലുഖ്മാനിൽ ഒരു മകനെ വിളിച്ചിട്ട് ഹൃദയഹാരിയായ ബാപ്പ ഉപദേശിക്കും. ഒന്നാമതായി ശിർക്കിനെ കുറിച്ച് ബോധവൽക്കരിക്കുന്നു. രണ്ടാമതായി മാതാപിതാക്കളെയുള്ള ബന്ധത്തെ കുറിച്ച് ഖുർആൻ അവിടെ പറയും. മൂന്നാമതായി യാ ബുനയ്യ, മോനെ, എന്റെ പൊന്നു മോനെ, വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ. മോനെ, നമുക്ക് ഒരു കാര്യം, അത് എത്ര നിസാരമാകട്ടെ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഇങ്ങനെയൊരു പിതാവാകാൻ, ഇങ്ങനെയൊരു മാതാവാകാൻ. മോനെ, ഒരു നഴ്സറിയിൽ നിന്നോ LKGയിൽ നിന്നോ ഒരു കുട്ടി കയറി വരുമ്പോ ആ കുട്ടിയുടെ ബാഗിൽ അന്യന്റെ ഒരു പെൻസിൽ കാണുമ്പോ, മോനെ, ഇത് ഉമ്മ നിനക്ക് തന്നതല്ലല്ലോ, മോളെ, ഇത് ഉപ്പ നിനക്ക് വാങ്ങി തന്നതല്ലല്ലോ, ഇന്നലെ വരെ നിന്റെ ബാഗിലില്ലല്ലോ, എവിടുന്നാ കുട്ടി നിനക്കിത് കിട്ടിയത്? ആരാന്റെ സ്വത്താ, അത് നമുക്ക് വേണ്ട കേട്ടോ എന്ന് പറയാൻ. നിങ്ങൾ നോക്ക്, അബൂ ദുജാന റളിയല്ലാഹു അൻഹു, ചരിത്രമാണ്, എത്ര സംഭവങ്ങളാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയാണ്, വളരെ വേഗത്തിൽ എഴുന്നേറ്റ് പോവുകയാണ്. പല തവണ ഇത് ആവർത്തിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഈ മനുഷ്യനെ പിടിച്ചു വെച്ചിട്ട് ചോദിച്ചു, എങ്ങട്ടാ? സലാം വീട്ടി ഉടനെ തന്നെ എഴുന്നേറ്റ് പോകുന്നു, എങ്ങട്ടാ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായാലും ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ധൃതിപ്പെട്ട് ദിക്റില്ലാതെ പ്രാർത്ഥനയില്ലാതെ എന്തിനാ ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നത്? അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയാൻ, ഇങ്ങനെയുള്ള ഒരു ബാപ്പ, നമ്മുടെ ഭർത്താവ് ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള ഒരു ബാപ്പയാകാൻ. അബൂ ദുജാന പറയാണ്, വേറൊന്നുമല്ല, എന്റെ മക്കളുടെ പരലോകം ആലോചിച്ചിട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. എന്താ കാരണം? എന്റെ അയൽപ്പക്കത്തുള്ള അയൽവാസിയുടെ പറമ്പിൽ ഒരു ഈത്തപ്പനയുണ്ട്, അത് നിറയെ പഴങ്ങളാണ്, എന്റെ മുറ്റത്താണ് അത് വീഴുന്നത്. നോക്കണം, എന്റെ മുറ്റത്താണ് ആ പഴം വീഴുന്നത്. എന്റെ മക്കളെങ്ങാനും ആ പഴം എടുത്ത് തിന്നാൽ അവരെ ഹറാമായ കാര്യമാണ് ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാകരുത് എന്ന് കരുതി ആ ഭക്ഷണം, അല്ല, ആ ഈത്തപ്പഴം ഞാൻ എടുത്ത് ശേഖരിച്ച് അയൽവാസിയുടെ പറമ്പിൽ എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ജീവിതത്തിൽ സൂക്ഷിച്ച പിതാവും മാതാവുമാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രധാനമായ പഠനം. അതില്ല. നിങ്ങൾ ഓരോരുത്തരെ പരിശോധിച്ച് നോക്കൂ, അതുണ്ടോ? ഉമർ ബിൻ അബ്ദുൽ അസീസ്, രണ്ടാം ഉമർ എന്ന് വിളിക്കപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ്, മകന്റെ കയ്യിൽ, ചെറിയ കുട്ടിയുടെ കയ്യിൽ ഒരാപ്പിള് കണ്ട് പൊതുമുതലിൽ നിന്ന് ഒരാപ്പിള്, അദ്ദേഹം ആകെ വല്ലാതെ സ്തബ്ധനായി നിന്നും ആ ആപ്പിള് പിടിച്ചു വാങ്ങി പൊതുമുതലിലേക്ക് നിക്ഷേപിച്ചു. ആ ആപ്പിള് വാങ്ങി പൊതുമുതലിലേക്ക് നിക്ഷേപിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? പൊതുമുതലിലേക്ക് ആ ആപ്പിള് മകന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചു. ശരിക്കും ഓർക്കണം നിങ്ങൾ. അങ്ങനെ പിന്നീട് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരികയാണ്. ആദ്യം കണ്ട ആപ്പിള് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് വാങ്ങി പൊതുമുതലിൽ വെച്ചു. കാരണം അത് പൊതുമുതലിലെ ആപ്പിളാണ്. തന്റെ മകനെ അത് ഭക്ഷിക്കരുത്, പഠിപ്പിച്ചു കൊടുക്കാൻ അപ്പൊ തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വീട്ടിൽ വന്ന് ഭക്ഷണത്തിരുന്നപ്പോ ഇതേപോലെ ഒരു ആപ്പിൾ വീണ്ടും മകന്റെ കയ്യിൽ. ഭക്ഷണത്തിൽ നിന്ന് വരെ അദ്ദേഹം കൈവലിച്ചു. ഫാത്തിമ, എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? എന്റെ മോന്റെ കയ്യിൽ വീണ്ടും ആ ആപ്പിൾ വന്നല്ലോ, അത് എവിടെ നിന്നാ കിട്ടിയത്? അപ്പൊ ഈ ഭാര്യ പറയാണ്, ഫാത്തിമ പറയാണ്, അങ്ങൊന്നും ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. എനിക്ക് നിങ്ങൾ ചെലവഴിക്കാൻ തന്ന സമ്പത്തിൽ നിന്ന് ഞാൻ മിച്ചം വന്ന പൈസയിൽ നിന്നാണ് ഞാൻ അവന് ആപ്പിൾ വാങ്ങിക്കൊടുത്തത്. അവന്റെ കരച്ചിൽ സഹിക്ക വയ്യാതായപ്പോ വാങ്ങിക്കൊടുത്താണ്. ആ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഫാത്തിമ, എന്റെ മകന്റെ കയ്യിൽ നിന്ന് ആ ആപ്പിൾ വാങ്ങുമ്പോ എന്റെ കരള് പറിച്ച വേദന ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ നമ്മുടെ മക്കൾ പൊതുമുതലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകരുത്, അന്യായമായ ഒരു സ്വത്ത് ഭക്ഷിക്കുന്നവർ നമ്മുടെ മക്കളാകരുത് എന്ന്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കുഞ്ഞുനാളിലെ മക്കളെ ദീനനുസരിച്ച്. അപ്പൊ നിങ്ങൾക്കറിയാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു, ഒരു മകനെ, ഒരു പിതാവ് മകനെ കൊണ്ടുവന്നു. ഭയങ്കര പരാതി, എന്റെ മോൻ അങ്ങനെയല്ല, എങ്ങനെയാണ്, വളരെ മോശക്കാരനാണ്, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, തുടങ്ങിയിട്ടുള്ള പരാതികളാണ്. ഈ പരാതികൾ നിരത്തിയ കൂട്ടത്തിൽ ഈ ചെറുപ്പക്കാരൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്ന് ചോദിച്ചാൽ, അല്ല അമീറുൽ മുഅ്മിനീൻ, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടപ്പാടിനെ കുറിച്ച് ഇസ്ലാം പറയുന്നില്ലേ? മക്കൾക്ക് മാതാപിതാക്കളുടെ കടപ്പാടല്ലാതെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങളൊന്നുമില്ലേ ഇസ്ലാമിൽ എന്ന് ചോദിച്ചു. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സ്തബ്ധനായിട്ട് ചോദിച്ചു, അല്ല മോനെ, എന്തേ എങ്ങനെ ചോദിക്കാൻ? എന്റെ ബാപ്പ എനിക്കൊരു നല്ല പേരിട്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ എന്നോട് പറയാണ്, ഒരു പേര് വേണം, മോഡേൺ ആയിരിക്കണം. നിങ്ങൾ
ആലോചിച്ച് നോക്ക്, ഇസ്ലാമിക രംഗത്ത് പ്രവർത്തിക്കുന്ന, ദീനീ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാള് ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറയുന്ന ഒരു പുതിയ പേര് വേണം. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള, അബ്ദുറഹ്മാൻ തുടങ്ങിയിട്ടുള്ള പേരാണ്. ആൺകുട്ടികൾ കിടുമ്പോ ഇബ്രാഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം എന്ന മകനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ കുട്ടി ജനിച്ച ഉടനെ അദ്ദേഹം പറയാണ്, റസൂൽ പറയാണ്, ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ പേരെന്റെ മോന് വിളിച്ചു എന്ന് പ്രസവിച്ച അന്ന് തന്നെ. പ്രസവിച്ച അന്ന് തന്നെ സുന്നത്താണത്. 7ന്റെ അന്നും പേര് വിളിക്കാം, പ്രസവിച്ച അന്ന് തന്നെ വിളിക്കാം. രണ്ടിനും റസൂലിൽ നിന്ന് എന്തുണ്ട്? മാതൃകയുണ്ട്. ഞാൻ എന്റെ എല്ലാ കുട്ടികൾക്കും പ്രസവിച്ച അപ്പ തന്നെ പേര് വിളിച്ച എല്ലാ കുട്ടികൾക്കും, ആണായാലും പെണ്ണായാലും കുറച്ച് നല്ല പേര് സെലക്ട് ചെയ്ത് വെക്കുക. പ്രസവിച്ചാൽ ഉറപ്പായിട്ടോ ഒന്നെങ്കിൽ ആണായിരിക്കില്ല പെണ്ണായിരിക്കും. അപ്പൊ കുറച്ച് പെണ്ണിന്റെ നല്ല പേരും കണ്ടെക്കുക, ആണിന്റെ പ്രസവിച്ചു എന്ന് കേട്ടാ അപ്പ തന്നെ വിളിക്കുക. അപ്പ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഉടനെ ആൺകുട്ടിയാണെന്ന് അറിഞ്ഞു. ഉടനെ റസൂൽ പറയാണ്, ഞാൻ എന്റെ പിതാവിന്റെ പേര് വിളിച്ചു ഇബ്രാഹിം എന്ന്. നമ്മുടെ നല്ല നല്ല പേരുകൾ ഇടുക, ആ പേരോട് കൂടിയാണ് പരലോകത്ത് വിളിക്കപ്പെടുക. ഇത് നമ്മുടെ നാട്ടിൽ ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദം, ഒരൊച്ച മാത്രം ഉണ്ടാകുക. പേരാണോ എന്ന് വരെ തോന്നുന്നില്ല. എന്തെങ്കിലും ഒരൊച്ച, ഒന്നെങ്കിൽ ഉമ്മാന്റെ പേരിന്റെ ആദ്യം, ബാപ്പാന്റെ പേരിന്റെ അവസാനവും, വല്യമ്മന്റെ പേരിന്റെ മധ്യഭാഗം, ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ടൊരു പേര്. എന്തിനാ ഇത്? ഒരു വിശ്വാസികൾക്ക് ചേർന്നല്ല ഇത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അബ്ദുള്ള, അബ്ദുറഹ്മാൻ, പ്രവാചകന്മാരുടെ പേര്, ഇങ്ങനെ കുറെ എണ്ണിയല്ലോ. ഞാൻ ചോദിക്കാം, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരിടാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? എന്റെ മകന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരായിരിക്കണം എന്ന് എന്തുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല? അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പ്രാർത്ഥന നിരന്തരമായി റബ്ബി ഔസീനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅഅമലൻ സ്വാലിഹൻ തർലാഹു. വിശുദ്ധ ഖുർആൻ അഹ്കാഫിൽ പറയാൻ 46 അധ്യായത്തിൽ 15 പറയാൻ, കുടുംബത്തിന്റെ നാഥനായ 40 വയസ്സുകാരൻ പ്രാർത്ഥിക്കുന്നതാണ് പടച്ചോനോട്. എന്താ പ്രാർത്ഥിക്കാന്നറിയോ? എന്താ പടച്ചോനെ, എനിക്ക് നീ പ്രചോദനം നൽകണേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനും, അതോടൊപ്പം എന്റെ മക്കൾ അവർക്ക് നിനക്ക് നന്മ ചെയ്ത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളും നീ തൃപ്തിപ്പെട്ട പ്രവൃത്തി ചെയ്യുന്ന മക്കളെയും നീ എനിക്ക് തരണേ. പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കുക നിരന്തരമായി. വിശുദ്ധ ഖുർആൻ പറയും, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. മക്കളെ ഓരോ ഭാഗത്തും ഇപ്പൊ നിങ്ങൾ നോക്ക്, കുട്ടികൾ ഉറങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പലപ്പോഴും വളരെ അർദ്ധരാത്രി പരിപാടി കഴിഞ്ഞ് വന്നാൽ മക്കളിങ്ങനെ കിടക്കുക, എല്ലാ കുട്ടികളും ഇങ്ങനെ കിടക്കുക. അപ്പൊ അവരെടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കും, അവർ ഉറങ്ങുകയായിരിക്കും. ഞാൻ മൊബിലെത്താൻ ഓതി അവരെ തടവിയിട്ട് പടച്ചവനോട് പറയും, റബ്ബേ, ജീവിതത്തിൽ മക്കൾ പഴച്ചു പോകുന്നതിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ മക്കൾ ഇവരെന്താവും, അവരുടെ അവസ്ഥാവിശേഷം എന്താവും? പടച്ചവനെ, ഒരിക്കലും ഒരിക്കലും റബ്ബേ മറ്റുള്ളവരുടെ ഇടയിൽ മാനം കെടുന്ന ഒരവസ്ഥാവിശേഷം നാഥ നീ ഉണ്ടാക്കരുതേ. ഈ മക്കളെ ഇഹത്തിലും പരത്തിലും നീ തൃപ്തിപ്പെട്ടവരാക്കണമേ എന്ന് നിരന്തരമായി മക്കളെ ഒളു ചെയ്യിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മക്കളെ ഒളു ചെയ്യിക്കുക. നമ്മൾ ചെയ്യാറുണ്ടോ? രാത്രി മക്കളെ കൂടിക്കൊണ്ടുവന്ന് നമ്മൾ ഒളു ചെയ്ത് കാണിച്ച്, മക്കളെ നമസ്കരിക്കാൻ പോകുന്നത് പോലെ ഒളു ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒളു ചെയ്ത് ചെറിയ മക്കളാണെങ്കിൽ, 2 വയസ്സുള്ള കുട്ടികളാണെങ്കിലും അവരെ കിടത്തി, ഉമ്മച്ചി നിനക്ക് തടവി തരാന്ന് പറഞ്ഞ് കുല്ലൗദറബിൽ പലക്കും കുല്ലൗദറബിന്നാസ് ഓതി കയ്യിലൂതി അവരുടെ ശരീരത്തെ തടവി വലത് ഭാഗത്തേക്ക് ബിസ്മിക്കല്ലാഹുമ്മ. അപ്പൊ കുട്ടികളോട് ഇങ്ങനെ പറയിപ്പിക്കുക, ബിസ്മിക്കല്ലാഹുമ്മ. അപ്പൊ കുഞ്ഞ് ബിസ്മിക്കല്ലാഹുമ്മ. ചിലപ്പോ തെറ്റുണ്ടാവും, അഹിയ അഹിയ എന്നിങ്ങനെ പറയിപ്പിച്ച് വഅമൂത്. അങ്ങനെ നിങ്ങൾ നിരന്തരമായി കുട്ടിയെ ഒരു ഇതാക്കി നോക്ക്. നിങ്ങള് മക്കള് താനേ അത് ചെല്ലും. വാഹനത്തിൽ കയറുമ്പോ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ പഠിപ്പിച്ചു നോക്ക്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങും ഒക്കെ ഭക്ഷണം കഴിക്കുന്ന അങ്ങനെ റസൂലുള്ള പിടിച്ച പോലെ കൈ പിടിച്ചു നോക്ക് നിങ്ങൾ. എന്നിട്ട് മോനെ, നിന്റെ ഭാഗത്ത് നിന്ന് തിന്ന് മാതൃക കാണിച്ചു നോക്ക്. ഒരു തുള്ളി ഭക്ഷണം പുറത്തു കളയാതെ ഉമ്മ ഭക്ഷിക്കുന്നത് മകൻ കാണട്ടെ. ഉമ്മ ജീവിതത്തിൽ മര്യാദ പാലിക്കുന്നവരെ മകൻ കാണട്ടെ, മക്കൾ കാണട്ടെ. അവിടെയാണ് ഒരു വീണ്ടും വിചാരത്തിന് നമ്മൾ തയ്യാറാകും. ഞാൻ നിങ്ങളുമൊക്കെ ഒരു വീണ്ടും വിചാരത്തിന് തയ്യാറാകേണ്ടത് അവിടെയാണ്. മോനെ, ഒരു കാര്യവും നീ മൂടി വെക്കരുത്, ഒരു കാര്യം നീ മോഷ്ടിക്കരുത്. പഠിപ്പിച്ചു കൊടുക്കണം. യാ ബുനയ്യ അഖിമിസ്സലാ, മോനെ നിസ്കാരം നിലനിർത്തണം, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം മോനെ എന്ന് പറയണമെങ്കിൽ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന നല്ലൊരു കുടുംബാന്തരീക്ഷം നമുക്ക് ഉണ്ടാവണം. നല്ലൊരു കുടുംബാന്തരീക്ഷം അങ്ങനെ കണ്ടു വളരണം. എനിക്ക് 2 വയസ്സുള്ള കാലത്ത് ഓർമ്മകളിൽ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു കാര്യം, ഒരു തലയണ എടുത്തു വെച്ച് ഒരു ഭാഗത്ത് എന്നെ ആ തലയണയിലേക്ക് ചാരിക്കടത്തി, ഒരു ഭാഗത്ത് ആ തലയണയുടെ ഭാഗത്ത് ഖുർആൻ വെച്ച് ഓതുന്ന വാപ്പാനെയാണ് ഞാൻ നിരന്തരമായി കണ്ടത്. അന്ന് മുതൽ ഇന്ന് വരെ
ഈ ഒരു അവസ്ഥാവിശേഷമാണ് കാണാൻ കഴിയുന്നത്. പിന്നെ എങ്ങനെ വഴി തെറ്റും? എങ്ങനെയാ തെറ്റുക? നേരെ മറിച്ച് ഇതൊന്നുമില്ലാതെയാണ് നമ്മൾ വളരുന്നതെങ്കിലോ നമ്മൾ അങ്ങനെ വളരും. നമ്മുടെ വീട് നിങ്ങൾക്കറിയാലോ, ഒരു ടാങ്ക് നിറയെ നല്ല ശുദ്ധജലമുണ്ട്. ആ ടാങ്കിൽ വാട്ടർ ടാപ്പിലൂടെ നമ്മൾ തുറന്നാൽ നല്ല വെള്ളം കിട്ടും, ഉറപ്പാണ്. നേരെ മറിച്ച് ടാങ്ക് നിറയെ ചളിവെള്ളാണെങ്കിലോ വാട്ടർ ടാപ്പിലൂടെ ചളിവെള്ളം കിട്ടുക. മാതാപിതാക്കൾ എന്താ പകർന്നു കൊടുക്കുന്നത്, അതാ മക്കൾക്ക് ഉണ്ടാവുക. നിങ്ങൾ എന്ത് മുതൽ എല്ലാ അർത്ഥത്തിലും നമ്മുടെ വീട് പൂർണ്ണമായി ഇസ്ലാമികമാവും നിങ്ങൾ വിചാരിച്ചു നോക്കൂ. ഭർത്താക്കന്മാര് ജോലിക്ക് പോകും, പിന്നുള്ള ഒഴിവ് സമയം വെറുതെ ഇരിക്കുകയാണ്, വലിയ ഭക്ഷണമൊന്നും ഉണ്ടാകേണ്ട അവസ്ഥയില്ല. അപ്പൊ എന്താണ്, മലയാള ചാനലുകൾ മുഴുവനും ഉണ്ട്. അതിന്റെ പിന്നിൽ ഇരിക്കുന്നവരായിരിക്കും ഒരുപക്ഷെ നാട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ. അങ്ങനെ വരാം, സാധ്യതയുണ്ട്. നാട്ടിലിരിക്കുന്നതിനേക്കാളും ചാനൽ കാണാൻ വേറെ പണിയൊന്നുമില്ല. ഈ ചാനൽ കാണുമ്പോ കുട്ടിയുണ്ട് തൊട്ടടുത്ത്, 2, 3, 4 വയസ്സുള്ള കുട്ടി നിരന്തരമായി അതിൽ നിന്ന് കേൾക്കുകയാണ്. ദേശിന്റെ മോനെ കുട്ടി ഇങ്ങനെ പറയും. നമ്മൾ വിചാരിക്കുക, ഞാൻ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ലല്ലോ ഒന്ന് വരെ, ഭർത്താവിനോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ കുട്ടി എവിടെ നിന്ന് പഠിച്ചു? കുട്ടി ചാനലിൽ നിന്ന് പഠിച്ചാണ്. അവിടെയാണ് മോനെ പഠിപ്പിച്ചു കൊടുക്കുക. മോനെ, നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ചിന്താശേഷി അത് പടച്ചോൻ ചോദ്യം ചെയ്യും മോനെ. അതുകൊണ്ടതാ ഈ ഉമ്മച്ചി ഇന്ന് വരെ എങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, എന്റെ കുട്ടി എങ്ങനെ ചെയ്യരുത് എന്ന് വളരെ സ്നേഹത്തോടെ നമ്മുടെ കൂടെ നിർത്തി. ഇപ്പൊ സാധാരണ കുട്ടികൾ നമ്മളോടൊപ്പം നിസ്കരിക്കും, നമ്മൾ അവരെ എടുത്തു മാറ്റി വെക്കും. അങ്ങനെയല്ല, കുട്ടികൾ നമ്മുടെ കൂടെ നിസ്കരിക്കട്ടെ, അവർ നമ്മുടെ പുറത്ത് കയറട്ടെ, അവർ നമ്മളെ മടിയിൽ വന്നിരിക്കട്ടെ, അവർ നമ്മുടെ കഴുത്തിൽ പിടിച്ച് തൂങ്ങട്ടെ. അതിനൊക്കെ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് കണ്ട് കേട്ട് അറിഞ്ഞ് ഒരു നല്ല ഉമ്മ എന്ന മാതൃകയിൽ മരിച്ചു പോകും. അള്ളാന്റെ മുമ്പിൽ മക്കൾ പറയുന്ന ഒരു പരാതി നിനക്കറിയാലോ, പടച്ചോനെ എന്റെ ഉമ്മച്ചിക്കും എന്റെ ഉമ്മാക്കൊക്കെ ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പരലോകത്ത് പറയുന്ന ഒരു രംഗമുണ്ട്. പടച്ചോനെ, അവിടെ തെറ്റ് ചെയ്തവർ, കുറ്റവാളികൾ പരസ്പരം പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ലോകം. അന്ന് പാലൂട്ടി തേനൂട്ടി വളർത്തിയ മക്കളെ അവർ കാണുന്ന, എല്ലാരെയും അവർ കാണും. ബാപ്പാനെയും ഉമ്മാനെയും കുടുംബങ്ങളെയും. പടച്ചോനെ, ഇവരൊക്കെ നീ നരകത്തിലിട്ടോ, ഇന്നൊന്ന് സ്വർഗത്തിൽ എത്തിച്ചു തരണേന്ന് സൂറത്ത് മആരിജിലെ 5 മുതൽ ഉള്ള വചനം. നോക്കൂ, സ്വന്തം കുടുംബത്തെയും ഓരോ മാതാപിതാക്കളും പറയുന്ന, എന്റെ മക്കളെ നീ നരകത്തിലിട്ടോ. നമ്മുടെ മക്കളുടെ വേഷം, നമ്മുടെ മക്കളുടെ ചിന്തകൾ, നമ്മുടെ മക്കളുടെ സംസാരങ്ങൾ, നമ്മൾ അവർക്ക് നൽകുന്ന ഇത്രയേ ഓർക്കേണ്ടതുള്ളൂ. ഏത് നിമിഷവും മരിച്ചു പോകും. ഞാൻ താമസിക്കുന്ന എന്റെ ഫ്ലാറ്റിലെ എന്റെ റൂം അത് ഇസ്ലാമികമായിരിക്കണം. ഞാൻ എപ്പോഴും ബന്ധപ്പെടുന്നത് ഖുർആനുമായിട്ടായിരിക്കണം. ഫ്രിഡ്ജ് ഉണ്ട് നമ്മുടെ വീട്ടിൽ, റെഫ്രിജറേറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിൽ, പലതും ഉണ്ട് അല്ലേ. നിങ്ങൾ വാഷിംഗ് മെഷീൻ ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഖുർആനില്ല, ഖുർആന്റെ പരിഭാഷയില്ല, ഹദീസുകളില്ല, നല്ല കേസറ്റുകളില്ല, ഒന്നുമില്ല. ഞാൻ നിങ്ങളോട് സഹോദരിമാരോട് പറയുന്നത്, ജാമിയ നദിവിയയിലെ വനിതാ സമ്മേളനത്തിൽ നടന്നൊരു കേസറ്റ് പുറത്ത് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് യഥേഷ്ടം വാങ്ങാൻ പറ്റിയൊരു കേസറ്റ് ഉണ്ട്, ജീവിതം ഒരു വീണ്ടും വിചാരത്തിന് എന്ന കേസറ്റ്. ആ കേസറ്റ് നിങ്ങൾ എല്ലാവരും നിർബന്ധമായി കേൾക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം അതൊരു 2.5-3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ വിഷയത്തിൽ സമഗ്രമായി ഏതൊരു സഹോദരിക്കും ഏതൊരു കുടുംബനാഥനും സ്വാധീനിക്കുന്ന വിധത്തിൽ സംവിധാനിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രഭാഷണമാണത്. അത് നിങ്ങൾ കേൾക്കണം. ആ കേസറ്റ് ഇവിടെ ഉണ്ട്. വീണ്ടും ജീവിതം ഒരു വീണ്ടും വിചാരത്തിന് എന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിൽ ധാരാളമായി ഉണ്ട്. ആ കേസറ്റ് ഒരാളും വിട്ടുപോകാതെ വാങ്ങുകയും അത് കോപ്പിയെടുത്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും നമ്മുടെ ദൗത്യം തന്നെ അതാവുകയും ചെയ്യണം. പലപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മളുമായി ബന്ധപ്പെടുന്ന സഹോദരിമാരോട് നമുക്കുണ്ടാകേണ്ട ബന്ധം എന്താണ്? നോക്കൂ, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന വളരെ കാതലായ കാര്യം ഒന്നാണ്. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പര മിത്രങ്ങളാണ്. നമ്മുടെ ഒരു സഹോദരിക്കുള്ള തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കാണ്. ആയിഷ, ആമിന മരിച്ചു പോകട്ടോ, സുബൈദ മരിച്ചു പോകും എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയൊക്കെയുണ്ട്. അപകടകരമായ ഒരു ദശാസന്ധി വരാൻ പോകുന്നുണ്ട്. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. മനുഷ്യരൊക്കെ തീരാ നഷ്ടത്തിലാണ്. മനുഷ്യരെന്നാണ് അല്ലാഹു പറഞ്ഞത്, പണ്ഡിതന്മാരെന്നല്ല പറഞ്ഞത്, ആണുങ്ങളിൽ മാത്രമല്ല പറഞ്ഞത്, മനുഷ്യരൊക്കെ തീരാ നഷ്ടത്തിലാണ്. വിശ്വാസം ഉണ്ടാകണം, അമലുസ്വാലിഹാത്ത് ഉണ്ടാകണം, നന്മ കൽപ്പിക്കണം.
എല്ലാവരോടും നന്മ കൽപ്പിക്കാൻ നമ്മൾ യോഗ്യരാകണം. വേഷവിധാനത്തിൽ നമ്മൾ യോഗ്യരാകണം. ചിന്തകളിൽ നമ്മൾ യോഗ്യരാകണം. ഭർത്താവിന്റെ അഭാവത്തിൽ നമ്മൾ യോഗ്യരാകണം. എല്ലാ രംഗത്തും നമ്മൾ യോഗ്യരാകണം. എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, എന്റെ റബ്ബ് എന്നെ അറിയുന്നുണ്ട്. പടച്ചവന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കേണ്ടി വരും. അവിടെ ഞാൻ നിന്ദിക്കപ്പെടും, അവിടെ ഞാൻ അപഹസിക്കപ്പെടും, അവിടെ ഞാൻ നരകത്തിലേക്ക് പോകും. അതെന്തൊരു വേദനാജനകമായ ലോകമായിരിക്കും അത് എന്നൊരു ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകണം. നരകത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഭയചകിതമായ അവസ്ഥയെ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ അള്ളാഹു പറയുന്നത്, സംഘം സംഘങ്ങളായി നടക്കൂ, നരകത്തിലേക്ക് നടക്കൂ എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. മറുഭാഗത്ത് ഭാര്യയും ഭർത്താവും കുടുംബങ്ങളും ബാപ്പയും ഉമ്മയും മക്കളും എല്ലാം സ്വർഗത്തിലേക്ക് ഒരു ഷോപ്പിങ്ങിന് പോകുന്ന പോലെ സന്തോഷകരമായി പോകുന്ന രംഗവും അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം. മക്കളുടെ കാര്യത്തിൽ ജാഗ്രതയുണ്ടാകണം. അള്ളാഹുവിന്റെ കോടതിയിൽ, നാഥ, എന്റെ മക്കളെ ഞാൻ ദീനനുസരിച്ച് വളർത്തിയിരുന്നു, ഞാൻ അവരെ പഠിപ്പിച്ചിരുന്നു, എന്റെ കഴിവിന്റെ പരമാവധി ഈ വക കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയാനെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇന്ന് വീട്ടിൽ മീറ്റിംഗ് കൂടണം, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇരിക്കണം. മക്കളുടെ കാര്യത്തിൽ വേണ്ട വിധം ശ്രദ്ധിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും മാതൃകകളാകാൻ സാധിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. നിരന്തരമായ ഖുർആൻ പാരായണവും നിരന്തരമായ മദീനയിലെ, നിങ്ങൾക്കറിയാലോ, മദീനയുടെ തായ്വരയിൽ ഒരു മൂളക്കം കേൾക്കാമായിരുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ആണും പെണ്ണും അവരുടെ ഭവനങ്ങളിൽ നിന്ന് ഓതുന്നൊരു സമ്പ്രദായം. പണ്ടൊക്കെ മഗ്‌രിബിന് വീട്ടിലേക്ക് കയറി ചെന്നാൽ ഖുർആൻ വായിച്ചിട്ടേ മറ്റൊക്കെ വായിക്കാറുണ്ടായിരുന്നുള്ളൂ. സുബൈക്ക് ഒരു ഖുർആൻ ഓത്തുണ്ടായിരുന്നു. നിങ്ങൾ നമുക്ക് രാവിലെ സുബൈ നമസ്കരിക്കാൻ എല്ലാവരും പരസ്പരം വിളിച്ചുണർത്തി, മക്കളെ ഉണർത്തി, നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ലേറ്റ് ആയിട്ട് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലിരുന്ന് അമാനമൗലവിന്റെ ഒരു പരിഭാഷ എടുത്തു വെച്ച് അതിൽ നിന്നൊരു 4 ആയത്ത് വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുത്ത് നല്ലൊരു നിലക്ക് മക്കളങ്ങൾ വളർത്തി നോക്കി. ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. പ്രസംഗങ്ങൾ ഒരു ഭാഗത്ത് നടക്കും, അല്ലേ, കേസറ്റുകൾ ഒരു ഭാഗത്ത് നടക്കും. ജീവിതം വേറൊരു രൂപത്തിൽ ഇങ്ങനെ ആയിപ്പോവും. സങ്കടപ്പെടേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും, മരണാനന്തര ജീവിതത്തിൽ കരയേണ്ടി വരും. ആ കരച്ചിൽ നിന്ന് രക്ഷപ്പെടണം. അത് മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ ആദ്യമായി നമ്മൾ ചോദിക്കുന്നത് നിസ്കരിച്ചോ എന്നുള്ള കാര്യമായിരിക്കണം. ഉമ്മച്ചി നിസ്കരിച്ചോ, മക്കളെ നിസ്കരിച്ചോ, മോനെ നിസ്കരിച്ചോ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ, ഖുർആൻ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഈ ഗൾഫിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പാഴാക്കി കളയരുത്. ഏത് നിമിഷവും നാട്ടിലേക്ക് മടങ്ങി പോകേണ്ടി വന്നാൽ അവിടെ വരുമ്പോ നമ്മുടെ മക്കൾ ഖുർആൻ മനഃപ്പാഠമുള്ളവരാകണം. നമ്മുടെ മക്കളെ കൃത്യമായി നമസ്കരിക്കാൻ അറിയുന്നവരാകണം. അവർക്ക് സുന്നത്തറിയണം. മാതാപിതാക്കളോട് പെരുമാറാൻ അറിയണം. മാതാപിതാക്കൾക്ക് വേണ്ടി 5 നേരവും പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകണം. കാരണം ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ബാപ്പാനെ ഉമ്മാനെയും ഏറ്റവും അനുസരിക്കുന്നത് നമ്മളാകണം. എന്റെ ബാപ്പ എന്റെ ഉമ്മാനെ നല്ലോണം അനുസരിച്ചിട്ടുണ്ട്, ബാപ്പാന്റെ ഉമ്മാനെ നല്ലവണ്ണം അനുസരിച്ചിട്ടുണ്ട്, ബാപ്പാന്റെ ബാപ്പാനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ നല്ലോണം നോക്കണം എന്നുള്ളൊരു മെസ്സേജ് അതുവഴി കുട്ടികൾക്ക് കിട്ടണം. ഇനി നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ പോലെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആത്മാർത്ഥമായി എന്ന് മനസ്സിൽ അല്ലെങ്കിൽ ഒറ്റക്കൊന്ന് മാറിയിരുന്ന് ബെഡ്റൂമിലൊരു മുലയിലിരുന്ന് ആലോചിച്ച് നോക്കിയേ, മക്കളെ ഇങ്ങനെ വളർത്തുന്നതിൽ നമുക്ക് എത്ര മാതൃകയാകാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലാഹനെ മറന്നു പോകുന്നവരാണ് നമ്മൾ പലപ്പോഴും. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഒരു ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വലിയ വിപുലമായ ഒരു പരിപാടി, മരണം വന്നെത്തും മുമ്പേ എന്ന പരിപാടി നടക്കുന്നുണ്ട്. അതിൽ ഞാൻ ഇതിന്റെ വിശദാംശങ്ങൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയി ഇൻഷാ അല്ലാഹ് നാളത്തെ പബ്ലിക് പ്രസംഗത്തിൽ പറയും. നിങ്ങൾ വരണം, കേൾക്കണം. നമുക്കൊന്നിച്ച് സ്വർഗത്തിൽ പോകണം. അല്ലാഹു ഇഷ്ടപ്പെട്ടവരാകണം. പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വനിതകളായി തീരാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ ഉപദേശിക്കുമ്പോൾ മാതൃകകളാകാൻ ഞങ്ങൾക്ക് സാധിക്കണം. മക്കളെയൊക്കെ നല്ല നിലയിൽ വളർത്താൻ സാധിക്കണം. ഞങ്ങളെപ്പോലെയുള്ള പ്രബോധകന്മാർക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ മക്കളെ വളർത്താനും പ്രവാചക
പ്രവാചക തിരുമേനി മാതൃക കാണിച്ച പോലെ മക്കളെ വളർത്താനും സാധിക്കുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാകണം. ഫാത്തിമയും റസൂലും തമ്മിലുള്ള ബന്ധത്തിന്റെ മഹനീയതയൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പറയാം. എല്ലാം ഓർക്കുകയും എല്ലാം നിലനിർത്തുകയും എല്ലാ അർത്ഥത്തിലും ദീനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.